19 വാക്യത്തിൽ ന്യായവിധി എന്താണെന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. മതി. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. എന്താണ് ന്യായവിധി? ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇതാണ് ന്യായവിധി. ആചാര്യന്മാർ, സന്യാസിമാർ, പണ്ഡിതന്മാർ ഇന്നും ആമേശ്വരം തപസ് അനുഷ്ഠിച്ചുകൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആമേ അസതോമ സദ്ഗമയ, ആമേശ്വര ഹല്ലേലൂയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നടത്തണമേ. ആമേ സ്തോത്രം. തമസോമ ജ്യോതിർഗമയ, ആമേ ഇരുളിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നടത്തണമേ. മൃത്യുമ അമൃതംഗമയ, ആമേ സ്തോത്രം ഹല്ലേലൂയ, ആമേ ഞങ്ങളെ ദൈവത്തിലേക്ക് എന്ത് ചെയ്യണേ. ആമേ സ്തോത്രം. വന്നവനെ അവരെന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. സത്യമായവൻ വന്നു, വഴിയും സത്യവും ജീവനുമായവൻ വന്നു, വെളിച്ചമായവൻ വന്നു. ആമേ സ്തോത്രം. ആമേ ദൈവമായവൻ വന്നു. ഇന്ന് ആമേ സ്തോത്രം ബുദ്ധി ഉണ്ടെന്ന് പറയുന്ന പല ആചാര്യന്മാരും ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സത്യം എവിടെ, വെളിച്ചം എവിടെ, ജീവൻ എവിടെ? ആമേ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ അവൻ വന്നു, വഴിയും സത്യവും ജീവനുമാകുന്ന ദൈവം. ആമേ. മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നടത്തണമേ. ആമേ. മൃത്യുവിൽ നിന്ന് ആമേ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ എവിടേക്ക് നടത്തണം? ആമേ സ്തോത്രം ജീവനിലേക്ക് നടത്തണം. അവരിന്നും ചോദിച്ചുകൊണ്ടിരിക്കുക. പലർക്കും അറിയത്തില്ല. വരാനുള്ളവൻ എന്ത് ചെയ്തു? വന്നു. ആമേ സ്തോത്രം. വരാനുള്ളവൻ വന്നെന്നേ അറിയാതിരിക്കുന്നത്. ആമേ അറിയാതിരിക്കുന്നവരെ അറിയിക്കാൻ വേണ്ടിയാ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ആമേ ഇന്ന് പലർക്കും അറിയത്തില്ല. ഈ സത്യം വിളിച്ചറിയിക്കുവാൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. പട്ടണത്തിലേക്ക് ഓടണം പ്രിയ മക്കളെ, ദേശത്തിലേക്ക് ഓടണം. നശിച്ചു പോകുന്ന വ്യക്തിത്വങ്ങളോട് വിളിച്ചു പറയണം, ആമേ വെളിച്ചമായവൻ വന്നു, സത്യമായവൻ വന്നു, ജീവനായവൻ വന്നു. പലരും മുഴങ്ങി കേൾക്കുന്ന ആമേ സ്തോത്രം ധ്യാനങ്ങൾ ഇതൊക്കെയല്ല പ്രിയ മക്കളെ. ആമേ സ്തോത്രം പല സ്ഥലങ്ങളിൽ നിന്നും പണ്ഡിതന്മാരും പാമരന്മാരും ജ്ഞാനികളും എല്ലാവരും വിളിച്ചു പറയുന്നൊരു കാര്യമാണ്, സത്യം എവിടെ, ആമേ സ്തോത്രം വെളിച്ചം എവിടെ, ജീവനം എവിടെ? ആമേ സ്തോത്രം ഇവിടെ വായിക്കുന്നു, ന്യായവിധി എന്നതോ തിരിച്ചറിയാതിരിക്കുന്നത് കൊണ്ട്. ഇന്ന് ആമേ സ്തോത്രം ഞാനായിരുന്ന പാരമ്പര്യത്തിൽ പ്രിയ മക്കളെ, സത്യമായവൻ വന്നിട്ട് സത്യത്തിലേക്ക് തിരിയാതെ മറ്റുള്ളതിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേ സ്തോത്രം മനുഷ്യനായിരിക്കുന്ന പലരും ദൈവങ്ങളായി അവതരിച്ചപ്പോൾ അവരുടെ നാമത്തെ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേ സ്തോത്രം. വിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സെന്റ് സെബാസ്റ്റ്യനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യൂദാസ്ലീഹെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. എടാ, അപേക്ഷിക്കേണ്ടവനെ വിളിച്ചപേക്ഷിക്കാതെ വണ്ണം ആരെ വിളിച്ചപേക്ഷിച്ചെന്നാലും നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടത്തില്ല. അപേക്ഷിക്കേണ്ടവനിലേക്ക് നീ നോക്ക. ആമേ സത്യമായവൻ വന്നു, വെളിച്ചമായവൻ വന്നു, വെളിച്ചത്തിലേക്ക് നീ തിരിയുക. ആമേ സ്തോത്രം. ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ പുണ്യവാളന്മാരും ഉണ്ടായിരുന്നു പ്രിയ മക്കളെ. ഇന്ത്യൻ ചരിത്രം എടുത്തു പഠിക്കുമ്പോൾ 33 കോടി ദൈവങ്ങളുടെ ചരിത്രം പറയുകയാണ്. ആമേ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ആ ദേവന്മാരുടെ സഭയിൽ നിൽക്കുന്ന ഒരുത്തനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ആമേ സ്തോത്രം. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ കരം. പ്രൈസ് ദി ലോർഡ്. ഉന്നതനായ ഒരു ദൈവത്തെ കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഈ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ദൈവമക്കളെ എത്ര സ്തുതിച്ചാൽ മതിയാകും? ആമേൻ. എത്ര ആരാധിച്ചാൽ മതിയാകും? എത്ര മഹത്വപ്പെടുത്തിയാൽ മതിയാകും? ആമേ. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം എവിടെ നിൽക്കുന്നു? ദേവസഭയിൽ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിന് കീഴിൽ ഒത്തിരി ദേവന്മാരുണ്ട്, ദേവിമാരുണ്ട്, പുണ്യവാളന്മാരുണ്ട്. ആമേ സ്തോത്രം. ഒരുപാട് ശക്തികളുണ്ടെന്നേ. പക്ഷേ ആമേ സ്തോത്രം നമ്മുടെ ദൈവം, സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. സ്വർഗത്തിലും ഭൂമിയിലും അടങ്ങാത്ത ആമേ ശക്തനായൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ അവന്റെ അനുവാദം കൂടാതെ
സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവന്റെ അനുവാദം കൂടാതെ നടക്കത്തില്ല. ബൈബിൾ വചനം വിളിച്ചു പറയുന്നു, സ്വർഗത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാ? ഇവനുമായിട്ട് ബന്ധമില്ലാത്തവര് നിത്യത പോവോ? നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കും, കുഴപ്പമില്ലെന്നേ. 10 ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. 10 നന്മ പറഞ്ഞു പറയും, 10 പരിശുദ്ധം പറയും, ഒരു സ്വർഗസ്ഥനായും ചെല്ലിക്കഴിഞ്ഞ നിത്യത പോകാന്ന് ആരാ പഠിപ്പിച്ചത്? എവിടെയാ എഴുതി വെച്ചിരിക്കുന്നത്? എവിടെയാ തെളിവ്? ആമേൻ. സത്യ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാതെ, ജീവനുള്ള ദൈവവുമായിട്ട് ബന്ധം പുലർത്താതെ, ആമേൻ, സ്വതവന്റെ പാദപിട കൽപ്പനകൾ പ്രമാണിക്കാതെ ഒരുത്തനും നിത്യത കാണത്തില്ല. കോടിക്കണക്കിന് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? കണക്ക് കൊടുക്കേണ്ടി വരും. ആമേ, വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ, ആമേ, മാലാഖമാരെ, ആമേ, സ്വന്തം അന്ധതമസിന്റെ ആമേ ചങ്ങലയിലിട്ട് ദൈവം എന്തിരിക്കുക? വാഴ്ച കാത്തുകൊള്ളാത്ത, തന്നെ അനുസരിക്കാത്ത ദൈവത്തിന്റെ ദൂതന്മാരെ ആമേ ചങ്ങലയ്ക്കിട്ട് പാതാളത്തിൽ കാക്കുകയാ. അങ്ങനെയെങ്കിൽ തന്റെ ജനത്തെ തെറ്റിച്ച് കളയുന്നവരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കോ. ആമേ, യഥാർത്ഥമായ സത്യ ദൈവത്തെ ആമേ അറിയിക്കേണ്ടവർ അറിയിക്കാതെ വന്നാൽ പരിശുദ്ധ ദൈവത്തിന്റെ ന്യായവിധി അവരുടെ കുടുംബത്തിനകത്തളത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. ഇന്ന് പകലിൽ ആ ന്യായവിധിയിൽ നിന്ന് പലരെയും വേർതിരിപ്പാനാ യേശു നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷം, ഈ സുവിശേഷം കേട്ടാണ് ഞാൻ സ്നാനത്തിലേക്ക് ഇറങ്ങി വന്നത്. ഈ 3-ാമത്തെ അധ്യായം എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, മദ്യപാനിയായി, ആമേശ്വത അടിപിടിക്കാരനായി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനായി, അവൻ ദോഷപ്രവർത്തികൾ ചെയ്യുന്നവനായി, വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്തവനായി, അമ്മ പോകുന്നത് പോലെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താ ഒരിക്കൽ യേശുവിൻ്റെ കോളിംഗ് എൻ്റെ കാതിലെത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപാട് ധ്യാന യോഗങ്ങൾ കൂടി ആമേശ്വതം ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നേർച്ച കാഴ്ച വഴിപാടുകൾ ചെയ്തു. ആമേശ്വതം പലതും ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം വന്നില്ല. ആമേശ്വതം ആമേ ഡി എഡിഷൻ സെന്ററുകൾ, 21 ദിവസ കോഴ്സുകൾ, ആമേ പലതും ജീവിതത്തിലൂടെ കടന്നുപോയി. പ്രിയ മക്കളെ, ആമേ മാനുഷികമായ ശക്തിക്ക് മാറ്റം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ കരം നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ പൊക്കിയെടുപ്പാൻ ഇടയായി തീർന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം എന്റെ കാതുകളിൽ വീണു. ശബ്ദം നനക്കണം. ആമേശ്വരം. അങ്ങനെ ആമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരു കൂട്ടുകാരൻ വഴിയായിട്ട് ഞാൻ ഒരു കൊച്ചു സഭയിൽ, ഇത്രത്തോളം ആൾക്കാരൊന്നുമില്ല, കൂടി വന്ന് 15 പേരോ 16 പേരോ ഉള്ള ഒരു കൊച്ചു സഭയിൽ, അത്ര വേണ്ട, ഇത്തിരി കുറച്ചു, ആമേശ്വരം ഞാൻ കടന്നുപോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേശ്വരം അവിടെ ചെന്നപ്പോ ആമേശ്വരം ഈ കൂട്ടുകാരന്റെ ഒരു ശാരീരിക രോഗം മാറേണ്ടതിനാണ് ചെന്നത്. ആമേശ്വരം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ദൈവാസൻ കടന്നു വന്നിട്ട് ചോദിച്ചു, മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ്? നന്നായിരുന്നു. ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ആദ്യമായിട്ടൊക്കെ മീറ്റിങ്ങിനൊക്കെ വരുന്ന ആളുകൾക്ക് ഒന്നും ഒരു പിടിയും കിട്ടത്തില്ല. പ്രൈസല്ലോ, അവരെല്ലാം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആദ്യമായിട്ടൊക്കെ വരുന്ന ആളുകൾ, ഒരു ബന്ധമില്ലാത്ത, ഈ പ്രാർത്ഥനയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളെല്ലാം കണ്ണടച്ചിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? കണ്ണുറന്ന് നോക്കും. നമ്മളെല്ലാം ആരാധിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അത് നോക്കും. എങ്ങനെയൊക്കെയാണ് ആരാധിക്കാൻ? ചാടുന്നുണ്ടോ, അമ്മ കൈയടിക്കുന്നുണ്ടോ, ഉച്ചത്തിൽ പാട്ട് പാടുന്നു, ഇങ്ങനെയൊക്കെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചൊക്കെ കൊണ്ടിരുന്നു. കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, എന്ത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഇവന് ആമേശ്വരം ആസ്മയുണ്ട്, ശ്വാസം മുട്ടുണ്ട്, ഈ വിഷയം മാറണം, ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആമേശ്വരം കണ്ണുകളടച്ചു. ഞങ്ങളും കണ്ണുകളടച്ചു. എൻ്റെ തലയിലേക്ക് അദ്ദേഹം കൈവച്ചത്. അവന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പക്ഷെ പ്രാർത്ഥന എൻ്റെ തലയിലാണ് വന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആമേ 2 പ്രാവശ്യം വെള്ളത്തിൽ മുക്കി നിന്നെ കൊല്ലുവാൻ പിശാച് പദ്ധതിയിട്ടതാ. ആമേ സ്തോത്രം. 3 പ്രാവശ്യം ആ വാഹന അപകടത്തിൽപ്പെടുത്തി കൊല്ലാൻ പദ്ധതിയിട്ടതാ. ആമേ സ്തോത്രം. 2 തവണ വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് നീ തെറ്റി ഒഴിഞ്ഞതാ. ആമേ സ്തോത്രം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആമേ കൂടെ നിൽക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്കോ ഒന്നും തോന്നത്തില്ല. പക്ഷെ എൻ്റെ ഹൃദയം അങ്ങ് പൊടിയാൻ തുടങ്ങി. ഞാൻ മാത്രം അറിയുന്നതും ആമേ എൻ്റെ പ്രാണനിലൂടെ ഒരു വാട കിടക്കുന്നത് പോലെ, എന്നെ ആരും കാണുന്നില്ല, അറിയുന്നില്ല. ഓരോ ധ്യാനത്തിനും പോയി വരുമ്പോഴത്തേക്കും ജീവിതത്തിൽ മാറ്റമില്ലാതായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കുന്ന കാര്യം, ദൈവം എന്നെ അറിയുന്നില്ല, ആമേ ദൈവത്തിന് എന്നെ ആവശ്യമില്ലെന്നുള്ളതാണ്. പക്ഷേ ആമേ ഞാൻ മാത്രം അറിയുന്ന ചാലിയാർ പുഴ, ആമേ സ്തോത്രം ഫേമസ് ആണ്. ആമേ സ്തോത്രം നിലമ്പൂര്, ആമേ സ്തോത്രം അവിടെ ആമേ മമ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത്
ഒരു പ്രാവശ്യം കുളിക്കാൻ ഇറങ്ങിയതാ, ഒരു പ്രാവശ്യം അറിയാതെ വീണതാ, 2 പ്രാവശ്യവും അത്യാവശ്യം നീന്തലൊക്കെ അറിയാവുന്നതാ. പക്ഷെ വീണ സ്ഥലത്തേക്ക് തന്നെ നീന്തി കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വലിയൊരു ചുഴിയിൽ അകപ്പെട്ടിട്ട് എൻ്റെ കൈകാലുകളെല്ലാം കുഴഞ്ഞ് സ്തോത്രം ഒഴുക്കിലൂടെ ഞാൻ ഒഴുകാൻ തുടങ്ങി. സ്തോത്രം. മരിച്ചു പോകേണ്ട 2 ഘട്ടങ്ങൾ ഞാൻ മാത്രം അറിയുന്നതാ. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, പിശാച് നിന്നെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ഇന്നലെ കടന്നു വന്ന ദൈവദാസന്മാർ പറഞ്ഞു, മോശ എന്ന് പറയുന്ന കുഞ്ഞിനെ നൈൽ നദിയിൽ ഇട്ട് കളയുക. പൈശാചിക ശക്തി പ്ലാനുകൾ പദ്ധതികൾ ഒരുക്കിയപ്പോൾ ആ നൈൽ നദിയിൽ നിന്ന് വലിച്ചെടുത്തത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമായിരുന്നു എന്ന് പിൽക്കാലത്താണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പല ആപത്തനർത്ഥങ്ങളിലൂടെ നീ കടന്നു പോയിട്ടില്ലേ? അപകടം നേർക്കുനേർ നീ ഫേസ് ചെയ്തിട്ടില്ലേ? മരണമുഖത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ പൊക്കിയെടുത്തതാ. മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന എത്രയോ വ്യക്തിത്വങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. ജീവിക്കണ്ട, മരിച്ചാൽ മതി. മരണമുഖത്ത് നിന്ന് എങ്ങനെ മരിക്കണമെന്ന് വരെ പ്ലാൻ ചെയ്ത വ്യക്തിത്വങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നേ. സ്തോത്രം. എങ്ങനെ മരിക്കണം? സ്തോത്രം. കുടുക്കിട്ട് മരിക്കണോ? വെള്ളത്തിച്ചാടി മരിക്കണോ? പ്ലാൻ ചെയ്ത ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിലില്ലേ പ്രിയ മക്കളെ? ഹല്ലേലൂയ. അത് സക്സസ് ആകാതിരുന്നതിന്റെ കാരണം എന്താ? നിന്നെ ദൈവം കാണുകയാ. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. തിരുനാമത്തിന്റെ മഹത്വത്തിനും രാജ്യത്തിന്റെ കെട്ടുപണിക്കുമായി തീർത്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ കാണുന്നത് കൊണ്ട് മരണത്തിന്റെ നിഴൽ നീക്കി മരണമുഖത്ത് നിന്ന് നിന്നെ കൈ പിടിച്ചുയർത്തിയത്. കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാൻ അന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ദൈവസ്ഥലിൽ തീരുമാനമെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് നല്ലതുപോലൊരു ജീവിതം നീ തന്നാൽ നിന്റെ നാമത്തിന് വേണ്ടി നിന്നേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാളും വന്ന് എന്നോട് സുവിശേഷം പറഞ്ഞിട്ടല്ല ഞാൻ ദൈവസ്ഥലിലേക്ക് പോയതാ കേട്ടോ. പിൽക്കാലത്തും പിന്നെയും സുവിശേഷം അങ്ങനെ ആരും വന്ന് നിർബന്ധത്താലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ദൈവം എന്നെ അടുപ്പിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അങ്ങനെ ചില ആഴ്ചകൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ചില ആഴ്ചകൾ ഞാൻ പോകാതെ മാറിയിരിക്കുന്നുണ്ട്, ഒളിച്ചൊക്കെ നിന്നിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ വീണ്ടും പരിശുദ്ധ ദൈവം എന്നെ അടുപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന. ഞാൻ പറഞ്ഞല്ലോ, അധികം ആളുകളൊന്നും തന്നെ ഇല്ല, 10, 20, 25 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ഉപവാസ പ്രാർത്ഥന. അന്നത്തെ ഉപവാസ പ്രാർത്ഥനകളല്ലോ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനകൾ. അന്ന് ആരും ക്ലോക്കിലേക്കൊന്നും നോക്കത്തില്ല, സമയത്തിനും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല, ആത്മാവിനായിരുന്നു പ്രാധാന്യം. ഇന്ന് അങ്ങനെയല്ല, ക്ലോക്കിനാണ് പ്രാധാന്യം. ഇന്ന് സമയത്തിനാണ് പ്രാധാന്യം, ആത്മാവിന് പ്രാധാന്യമില്ല. കടത്ത് കഴിച്ച് കടന്നു പോകാൻ വേണ്ടിയാ പലരും കടന്നു വരുന്നത്. അല്ലെങ്കിൽ പാസ്റ്റർ വിളിച്ച് ചോദിക്കത്തില്ലേ? അങ്ങനെ ആകരുത് പ്രിയ മക്കളെ. ദൈവത്തിന്റെ ആത്മാവിന് ഇഷ്ടത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിതത്തിനൊത്തവണ്ണം ഇന്ന് പകൽക്കാല ഹൃദയമൊന്ന് വെച്ചു കൊടുത്ത നിന്റെ കുടുംബത്തിനകത്തളത്തിൽ ഈ വെളിച്ചമായവൻ നിറയും. സമയത്തിനാണോ മൂല്യം? ആണോ? ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. 5 മണി വരെ പോകാമോ? രക്ഷപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ മക്കളെ, ഞാൻ പറയുന്നത്, അന്ന് 5 മണിയായി മീറ്റിംഗ് കഴിഞ്ഞപ്പോ. അന്ന് 5 മണിയായി. രാവിലെ 10 മണിക്ക് ഞങ്ങൾ ആരാധന തുടങ്ങിയതാ. 10 മണിക്ക് മെസ്സേജ് തുടങ്ങിയതാ. 5 മണിയായി. ജനം ചലിച്ചില്ല, അവിടെ തന്നെ ഇരിക്കുക. ആർത്തിയോടെ വചനം പറയുന്ന ആർത്തിയുള്ളവൻ എന്ത് ചെയ്യും? തൃപ്തി വരുത്തും. മടുപ്പുണ്ടായിരുന്നില്ല, ക്ഷീണമുണ്ടായിരുന്നില്ല, പരിശുദ്ധാത്മാവായിരുന്നു നിറഞ്ഞിരുന്നത്. ആളുകളുടെ പെരുപ്പത്തിലൊന്നും അല്ല പ്രിയ മക്കളെ. യേശു വന്ന കാലഘട്ടത്തിൽ 1,00,000 പേരെ കൂട്ടിയിട്ടൊരു മെഗാ ചർച്ചക്കുണ്ടാക്കി. അതിന്റെ അധ്യക്ഷനായിരുന്നു യേശുവിന് പോകാമായിരുന്നില്ലേ? തിരഞ്ഞെടുത്തത് എത്ര? 12 എന്നിട്ട് അവരോട് തിരിഞ്ഞ് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോകാം. കൂട്ടാന്നല്ല പറഞ്ഞത്. എടാ, പോകണമെങ്കിൽ പോകാം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ പോലെ ആയിരിക്കണം കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയ മക്കൾ, നിൽക്കുന്നു എങ്കിൽ ഇടംബലം തിരിയാതെ വചനത്തിന്റെ അടിസ്ഥാനത്തിനൊത്തവണ്ണം സത്യത്തിന് വേണ്ടി നിന്നു. പരിശുദ്ധ ദൈവം നിന്നെ അവിടെ കൈക്കൊള്ളുവാനിടയായി തീരും. ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെയല്ല, ഉറപ്പും ധൈര്യമുള്ള ദൈവത്തിന്റെ മനുഷ്യരായി നിൽക്ക്. ഒരെണ്ണമുള്ള ഉറച്ചു നിൽക്കണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ഉറപ്പ് കണ്ടിട്ടാ ചിലരൊക്കെ പറയാൻ, ഞാൻ ഒറ്റക്ക വിശ്വാസത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വാസ്തു ഭയങ്കര എടാ, നിന്നെ ഒറ്റക്ക് മതിയെന്നേ. പട്ടണത്തിൽ 100 പേര് നിൽക്കുന്നതിനേക്കാൾ അധികമായിട്ട് സർവശക്തനായ ദൈവം ആ പട്ടണത്തിന്റെ മധ്യത്തിൽ നിന്നെ ഒറ്റൊരുത്തനെ കാണുകയാണ്. ദൈവം നിന്നെ സ്നേഹിക്കുകയാ. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ നിങ്ങൾ. ഇവിടെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നിട്ടും എന്നെ മാത്രം ദൈവം വിളിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താ? എടാ, ആ പട്ടണത്തിന്റെ മുഴുവൻ ആധിപത്യം സ്വർഗം നിനക്ക് തരാൻ പോകുക.
ആമേൻ. ചിന്തിക്കുക, അല്ലാതെ ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലൊന്നല്ല. മതി കർത്താവേ, ആമേൻ സ്വന്തം അവിടെ 100 പേരുണ്ടെങ്കിലും എന്നെ ഒരുത്തനെ ദൈവം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. പ്രാർത്ഥിക്കാൻ ദൈവം എന്റെ തലയെ വെള്ളം കൊണ്ട് നിറയ്ക്കണമേ, കരയുവാൻ എന്റെ തലയെ ദൈവം വെള്ളം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചൊന്ന് കരയ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അന്ന് ആമേൻ സ്തോത്രം, ഈ ആമേ ദൈവവചനം ഈ നിക്കോദോമോസിന്റെ ചരിത്രമാണ് ഈ 3-ാം അധ്യായത്തിൽ പറയുന്നത്. നിക്കോദോമോസ് എന്ന് പറയുന്ന ആളെ അറിയോ? എവിടെയുള്ളതാ? കമ്പനി പിടിയിലുള്ള ആളാന്നൊക്കെ പറഞ്ഞാളെ. ആമേൻ സ്തോത്രം. പുതുവൈപ്പ് ലോകം കമ്പനി പിടിയിലുള്ള ആളാ, ഞങ്ങൾക്കറിയാം. ആമേൻ സ്തോത്രം. ഇദ്ദേഹം ആമേ സന്നിധ്രം എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്. ആമേ യഹൂദന്മാരുടെ ആമേ പള്ളിയിലെ പുരോഹിതന്മാരെക്കാൾ കുറച്ചും കൂടിയൊക്കെ അധികാരം കൊണ്ട് പലതും ചെയ്യാൻ പറ്റുന്ന മതകോടതിക്ക് തുല്യമായി നിൽക്കുന്ന ഒരു ആമേ സംഘമാണ് സന്നിധ്രം. ആമേ മഹാപുരോഹിതനടക്കം ഏകദേശം 70 പേര് ആമേ കൂടി വരുന്ന ഒരു സംഘമാണ് സന്നിധ്ര സംഘം. അതിൻ്റെ ഒരു മെമ്പർ മാത്രമല്ല, താനൊരു ഗമാലിയനാണ്. ആമേ സ്തോത്രം. ഗമാലിയന്റെ പാദപീഠം ഇരുന്നാണ് പലരും ആ കാലഘട്ടത്തിൽ ദൈവവചനം പഠിക്കുന്നത്. വിശേഷാൽ ആമേ മോശയുടെ പഞ്ചഗ്രന്ഥം എന്നറിയപ്പെടുന്ന ആമേ ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള 5 പുസ്തകങ്ങൾ കാണാപ്പാടം, തോറ എന്നായിരുന്നു ആമേ പഴയ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത്. ഇത് കാണാപ്പാടം പഠിച്ച് കേൾപ്പിക്കുന്ന ആമേ സ്തോത്രം ഒരു മനുഷ്യൻ, ഒരു അധ്യാപകനാണ്, ഒരു ഗുരുവാണ്, ഒരു പണ്ഡിതനാണ്, ഒരു ഗമാലിയനാണ്, സന്നിധ്ര സംഘത്തിലെ ഒരു മെമ്പറാണ്. ഇദ്ദേഹം ഒരു രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരികയാ. ആമേൻ സ്തോത്രം. യേശുവിനോട് ചോദിക്കുന്നത്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് പറയുന്നുണ്ട്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്കിതൊന്നും അറിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ചില ആളുകളൊക്കെ ഉണ്ട്, ഭയങ്കര അറിവുള്ള ആളുകളാണ്. അവര് ഇന്ന രീതിയിലുള്ള ഡിഗ്രി ഉണ്ട്, ബിരുദധാരിയാണ്, ബിരുദാനന്ദ ബിരുദമൊക്കെ അറിയാം. എന്നാലും ആമേശ്വതം ഇത് നിനക്ക് മനസ്സിലാകാൻ ഇത്ര പ്രയാസമാണ്. ആമേശ്വതം ബിരുദമെടുത്തവനായിരിക്കാം, ആമേ BTH എടുത്തവനായിരിക്കാം, ആമേ BTech എടുത്തവനായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, പൈലറ്റ് ആയിരിക്കാം. പക്ഷെ ഇത് സത്യദൈവത്തിന്റെ ഈ വചനം, ആമേ സത്യദൈവത്തിന്റെ ഈ പുസ്തകം പരിശുദ്ധാത്മാവ് തിരിച്ചു തരാതെ നിന്റെ ബുദ്ധിക്കകത്തിത് ആമേ ഫീഡാകത്തില്ല. എത്തോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായിരിക്കുന്ന ഒരു ഷണ്ടൻ, ആമേ സ്തോത്രം ബുദ്ധിയില്ലാത്തവനാണോ? ബുദ്ധിയുള്ളവനാ, നല്ല ജ്ഞാനമുള്ളവനാ. ആമേ സ്തോത്രം. ഒരു രാജ്യത്തിന്റെ ധനകാര്യ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനാ. പക്ഷേ തേരിനകത്തിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയാണ്. അപ്പൊ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ അഭിഷിക്തനെ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവ് അവന്റെ തേരിനോട് ചേർത്ത് നടത്താൻ തുടങ്ങി. അപ്പോ തേരിനോട് ചേർന്ന് നടക്കുമ്പോ ഇദ്ദേഹം വായിക്കുന്ന പുസ്തകത്തിലേക്കൊന്ന് നോക്കി. ആര്? ഫിലിപ്പോസ്. അപ്പൊ ഇദ്ദേഹം വായിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അറുക്കാവാനുമുള്ള ആടിനെ പോലെ അവനെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ വായിക്കുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്ന് അവനോട് ചോദിച്ചു ഫിലിപ്പോസ്. അപ്പൊ അവൻ പറയുന്നത്, ഇതിന്റെ പൊരുൾ ആരെങ്കിലും, അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ പ്രിയ മക്കളെ. ആമേ സ്തോത്രം. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെട്ടിരിക്കുന്ന സത്യസുവിശേഷത്തിന്റെ അനുഭവത്തിലേക്കാണ് പരിശുദ്ധ ദൈവം നമ്മളെ എത്തിച്ചിരിക്കുന്നത്. പുറം ജാതികൾക്ക് ഉപമകളും നമുക്ക് സ്വർഗം പൊരുളും തരികയാ. ഇത് എല്ലാവർക്കും കിട്ടുന്നതല്ല പ്രിയ മക്കളെ. ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു, നീ അവരോട് ഉപമകളിലൂടെയാണല്ലോ സംസാരിക്കുക. അവർക്ക് അത്രയും മതി. നിങ്ങൾക്ക് ഇതിന്റെ പൊരുളുകൾ തിരിച്ചറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നു കേട്ടോ പ്രിയ മക്കളെ. ഈ പുസ്തകത്തിന്റെ അകത്തളത്തിലുള്ള ഉള്ളടക്കം മനസ്സിലാക്കാൻ ഇന്ന് പകൽക്കാലം ദൈവം കൂട്ടിവരുത്തിയിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പലർക്കും ഇതറിയാതെ വണ്ണം ഇരുട്ടിൽ തപ്പിത്തടയുമ്പോൾ ഇന്ന് പകൽക്കാലം സത്യസുവിശേഷത്തിന്റെ മറമാറ്റിയുള്ള തലങ്ങൾ തുറന്നു തരുവാൻ, മറമാറ്റി തരികയാ, തുറന്നു തരികയാ. ആമേ സ്തോത്രം. അപ്പോ യേശു അവനോട് ചോദിക്കുന്നുണ്ട്, ആമേ സ്തോത്രം, നീ ഉപദേഷ്ടാവായിരുന്നിട്ട് നീ ഇത് ഗ്രഹിക്കുന്നില്ലയോ? നീ വീണ്ടും ജനിക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഞാനിതെല്ലാം വിറ്റ്, ആമേ സ്തോത്രം, മദ്യപാനം വിറ്റ്, അടിപിടി വിറ്റ്, ആമേ മയക്കമരുന്ന് വിറ്റ്, ദുർമാർഗങ്ങൾ വിറ്റ്, ആമേ പാപപ്രവൃത്തികളെല്ലാം വിറ്റ് ഡീസന്റ് ആയിട്ട് പായക്കകത്തിരിക്കുക. അപ്പോഴാ ദൈവവചനം കേൾക്കുന്നത്, നീ വീണ്ടും എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ കത്തോലിക്ക പാരമ്പര്യത്തിലെ എൻ്റെ അപ്പനും അമ്മയും കുഞ്ഞു പ്രായത്തിൽ കൊണ്ടുപോയി എന്നെ മാമോദീസ സ്നാനം ചെയ്തതാ. ആമേൻ. മാമോദീസ സ്നാനം ചെയ്തതാ. അപ്പൊ എന്റെ ചിന്ത എന്താണെന്നറിയാമോ? ഈ സ്നാനം മതി. ആമേൻ. ഇതാണ് യഥാർത്ഥ സ്നാനം എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത.
നിങ്ങളിൽ പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റായ ഒരു ചിന്തയാണത്. വീണ്ടും ജനിക്കണം. അപ്പൊ അന്ന് സ്നാനം ചെയ്ത, ശിശു സ്നാനം ചെയ്ത എൻ്റെ ജീവിതത്തിൽ ബാറും ഷാപ്പും എനിക്ക് മറവായിരുന്നില്ല കേട്ടോ. സ്തോത്രം. ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് കൈവെക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. ഈ കത്തോലിക്ക സഭക്കകത്ത് ഒരു സംഭവമുണ്ട് പ്രിയമക്കളെ. സ്തോത്രം. ഈ സ്ഥൈര്യലേപനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണത്? എന്തായത്? ഒപ്രീഷിമ എന്നൊക്കെ പറയും. സ്തോത്രം. വേറെ വാക്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്ന ഒരു ദിവസമാണ്. കുർബാന സ്വീകരണം എന്ന് പറയുന്ന സംഭവമുണ്ട്. കുർബാന സ്വീകരണം. ഇത് സ്വീകരിക്കാൻ ഇത് എന്താണെന്നറിയോ? നമ്മള് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോഴാ യേശു ക്രിസ്തുവിന്റെ ശരീരത്തെയും രക്തത്തെയും കുറിക്കുന്നതും, യേശു ക്രിസ്തു കർത്താവ് സ്തോത്രം വാനമേഘങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ കണ്ണിമിക്കുന്ന നേരത്തിനുള്ളിൽ നമ്മുടെ ശരീരത്തിന് രൂപാന്തരം വന്നിട്ട് പറന്ന് അവന്റെ അടുക്കലേക്ക് എത്തുന്ന ഏറ്റവും വലിയ വിലയേറിയ ശുശ്രൂഷയാണ് സ്തോത്രം ഈ കുർബാന സ്വീകരണം. സ്തോത്രം. പള്ളിയിലെ അല്ല, ഇവിടത്തെ. സ്തോത്രം. പള്ളിക്കകത്തുനിന്ന് അന്ന് സ്വീകരിക്കുമായിരുന്നു. ഷാപ്പിൽ കയറി കള്ളും കുടിക്കുമായിരുന്നു. സ്തോത്രം. ബാറിൽ കയറി ലിക്കറും കഴിക്കുമായിരുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അതുകൊണ്ട് അതല്ല, അത് കറക്റ്റ് അല്ല എന്നുള്ളത് പഠിപ്പിക്കുകയാ. ഇത് ചെയ്യാൻ ഒത്തിരി വില മുടക്കേണ്ടി വരും. വിശുദ്ധ ജീവിതം നീ നയിക്കേണ്ടി വരും. തിന്മകളെല്ലാം ദൈവസ്ഥലിൽ ചുമന്നൊഴിക്കേണ്ടി വരും. ഒരു പുരോഹിതനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പുരോഹിതൻ ഒരിക്കലും നിന്റെ പാപത്തെ മോചിക്കാൻ കഴിയത്തില്ല. പുരോഹിതന്റെ കൈക്കലെ ക്രിയകൾ കൊണ്ടും ഒരിക്കലും നിനക്ക് പാപമോചനം ഉണ്ടാകത്തില്ല. മറിച്ച് സകല മനുഷ്യർക്കും വേണ്ടി യാഗമായി തീർന്നൊരു കർത്താവായ യേശുവുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ പരിശുദ്ധ ദൈവം അനുവാദം കൊടുക്കുന്നു. അപ്പോ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് കുപ്പിക്കകത്തുള്ള സംഭവം നെറ്റിക്ക് പുരട്ടുന്നതൊന്നുമല്ല. ആണോ? കുപ്പിക്കകത്തെ തൈലം നെറ്റിക്ക് പുരട്ടുന്നതോ കൈക്ക് പുരട്ടുന്നതോ അല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആളത്തമാണ്. അവൻ ദൈവമാണ്. അവന്റെ സാന്നിധ്യം നമ്മുടെ അകത്തളത്തിൽ വരണം. അപ്പോഴാണ് പാപപ്രവർത്തികളിൽ നിന്ന് നീ സ്വതന്ത്രം പ്രാപിക്കുന്നത്. കുപ്പിക്കകത്ത് നിന്ന് നെറ്റിക്ക് പുരട്ടുന്ന സാധനമാണോ? അല്ല പ്രീതി മക്കളെ. അപ്പൊ എന്റെ ചിന്ത, ഞാൻ മാമോദീസ സ്നാനം കഴിഞ്ഞതാ. എത്ര വയസ്സില്? എന്താണ് അതിന്റെ പ്രത്യേകത? സ്തോത്രം. എന്താണ് അതിന്റെ ഒരു സ്തോത്രം? പോർച്ചുഗീസ് ഭാഷയാണെന്ന് തോന്നുന്നു. സ്തോത്രം. പതിഞ്ഞപ്പൻ എന്നൊക്കെ പറയും. പരിഞ്ഞപ്പനൊക്കെ തലതൊട്ടപ്പൻ. ഇന്നുണ്ട് പ്രക്രിയകൾ. അന്നത്തെ തലതൊട്ടപ്പന്മാര് ഭയങ്കര ബന്ധമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കൊച്ചിനെയുമായിട്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മയൊക്കെ ഉണ്ടാവും. ഇവരും കൂടെ നിൽക്കും. അപ്പോൾ പുരോഹിതൻ അവിടെ നിന്ന് ചോദിക്കും, ഒരു ചോദ്യമൊക്കെ ചോദിക്കും. പിശാചിനെ നീ അടിച്ച് കണ്ടീഷനായിട്ട് ഇരിക്കുകയായിക്കോളൂ. സ്തോത്രം. ആര്? തലതൊട്ടപ്പൻ. ഏതെങ്കിലും സ്തോത്രം ബാറിലോ ഷാപ്പിലോ കയറി ഭയങ്കര സ്തോത്രം ഉത്സവ പരിപാടികളാ പ്രിയ മക്കളെ. സ്തോത്രം. ഈ ഒരു കാര്യം ഏറ്റെടുക്കാൻ വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ വിസമ്മതിക്കും. കാരണം എന്തെങ്കിലും കൊച്ചിന് എന്ത് ചെയ്യണം? കൊടുക്കണം. സ്തോത്രം. കൊടുക്കാനില്ലാത്തവര് ആകാൻ മടിച്ചു നിൽക്കുമ്പോൾ വീട്ടുകാരൻ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യും? കൊടുക്കാനുള്ളത് കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ കൊച്ചിനെ കുമ്പാരി തന്നെ എന്ത് ചെയ്യണം? സ്തോത്രം. തല തൊടണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള. അപ്പോൾ അന്ന് ആഘോഷങ്ങളാ. സ്തോത്രം. നല്ല രീതിയിൽ ഷാപ്പിലോ എവിടെയെങ്കിലും കയറി സ്തോത്രം ആയിട്ടായിരിക്കും കൊച്ചിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്. അച്ഛൻ ചോദിക്കും, പിശാചിനെ ഉപേക്ഷിക്കുന്നു. താങ്ങി പിടിച്ചില്ലെങ്കിൽ അവിടെ വീഴും. സ്തോത്രം. ആ ഒരു പരുവത്തിൽ അങ്ങനെ മാമോദീസ സ്നാനമൊക്കെ കഴിഞ്ഞാണ് സ്തോത്രം തല തൊടുന്നവൻ എങ്ങനത്തുള്ളവനാണെന്ന് ഒന്ന് ചിന്തിച്ചേക്കണം പ്രിയ മക്കളെ. സ്തോത്രം. ഇത് തൊട്ട് കൊടുക്കുന്നത് സകലതും തൊട്ട് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പല തലതൊട്ടപ്പന്മാരുടെ കീഴിലും നല്ല രീതിയിൽ പിന്നത്തേതിൽ പിൽക്കാലത്ത് വളർന്നു വരുന്ന തലമുറകളുണ്ട്, നല്ല മദ്യപാനികളായി. കാരണം തുടക്കം ഇവിടെ നിന്നാ, തുടക്കം ഷാപ്പിൽ നിന്നാ. കേട്ടോ പ്രിയ മക്കൾ, ആചാരങ്ങൾ പലപ്പോഴും നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകുകയാ. തുടക്കം എവിടെന്നാ? ഷാപ്പിൽ നിന്നാ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്ന ക്രിസ്മസ്, ഈസ്റ്റർ അതുപോലെയുള്ള ദിവസങ്ങൾ വരുമ്പോഴാണ് അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് ലിക്കർ വാങ്ങിച്ചടിക്കുന്നത്. പ്രൈസൽ. കുഴപ്പമില്ലെന്നേ, നല്ല ദിവസം ഉണ്ടേ. കൊച്ചിന് ഇത്തിരി കൊടുക്കുക, ഭാര്യക്കും കൊടുക്കും. ചുറ്റും കൂടി വരുന്ന ഇല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആരുടെ പേരിലാ? ആരുടെ പേരിലാ? യേശുവിന്റെ പേരിലല്ലേ? യേശു അനുവദിച്ചിട്ടുണ്ടോ? ഇല്ലെന്നേ.
നമ്മൾ നമ്മുടെ സ്വന്തം അനുഭവത്തെ ചെയ്യുക. അപ്പോഴൊക്കെ വ്യാപരിക്കുന്ന ശക്തിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം പ്രിയമക്കളെ. അങ്ങനെ എൻ്റെ ചിന്ത, മാമോദീസ സ്നാനം കഴിഞ്ഞിരിക്കുന്ന ഞാൻ വേറൊരു സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ? ഈവൻ ആമേശ്വത ഈ ഗമാലിയൻ, ഈ യഹൂദനായവൻ ആമേശ്വത ഒരുപക്ഷെ 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവനാ. ആമേശ്വത പൗലോസ് പറയുന്നുണ്ട്, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരിശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, നീതിയെ സംബന്ധിച്ച് അനന്യൻ. ഇത്രയും ക്വാളിറ്റികൾ പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിലും അതുപോലെയുള്ള ക്വാളിറ്റികളൊക്കെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവൻ യേശുവിനോട് ചോദിച്ചു, സ്വന്തം നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എടാ, നീ വീണ്ടും ജനിക്കണം. നിന്റെ ഈ പാരമ്പര്യം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിക്കോദമോസേ, നിത്യ നരകത്തിലെ നീ പോകത്തുള്ളൂ. നീ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഉപദേഷ്ടാവായിരിക്കാം, വിദ്വാനായിരിക്കാം, അധ്യാപകനായിരിക്കാം, പക്ഷെ നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. സ്തോത്രം. അവനിലൂടെ മാത്രമേ രക്ഷയുള്ളന്നേ. അവനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. അപ്പൊ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ അമ്മയുടെ ഉദരത്തിൽ കടന്നിട്ട് നീ വീണ്ടും ജനിക്കണം എന്നാണോ റബ്ബി നീ പറയുന്നത്? ഒരു കളിയാക്കി ചോദ്യം. യേശു പറഞ്ഞു, ഇല്ല, ആത്മാവിനാലും ജലത്താലും നീ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ, നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഞാനും അന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഈ മനുഷ്യൻ എന്താ പറയുന്നത്? ഞാൻ സ്നാനമേറ്റൊരു വ്യക്തിത്വമാ, ശിശു സ്നാനം കഴിഞ്ഞതാ, മാമോദിസയേറ്റത്, ഞാൻ ക്രിസ്ത്യാനിയാ എന്നൊരു അഭിമാനത്തോടെ ഇരിക്കുന്ന എൻ്റെ അകത്തളത്തിൽ സ്വതം ആങ്കറിനടിച്ച പോലെ എന്തൊരു സംഭവം ഉണ്ടാകാൻ തുടങ്ങി. സ്വതം ആ വ്യക്തിത്വത്തിന്റെ വാക്കുകൾ, വചനങ്ങൾ എന്റെ ഹൃദയത്തെ മുറിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ രക്ഷ പ്രാപിച്ചു ില്ലയോ? ആമേൻ. എന്റെ ബുദ്ധിക്കകത്തുണ്ടായ നിരൂപണങ്ങളെ പൊളിച്ചു കളഞ്ഞൊരു വാക്യമായിരുന്നു. സ്തോത്രം. ഈ 3-ാം അധ്യായത്തിൽ പറയുന്നത്, നീ ആത്മാവിനാലും ജലത്താലും എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. കേട്ടോ പ്രിയമക്കളെ, വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ചിട്ട് കാര്യമില്ല, നീ വീണ്ടും ജനിക്കണം. നീ വീണ്ടും ജനിക്കണം. രക്ഷ വ്യക്തിപരമാണ്. രക്ഷ വ്യക്തിപരമാണ്. നിനക്ക് വേണ്ടി കൂടിയ യേശു മരിച്ചത്, നിനക്ക് വേണ്ടി കൂടിയ യേശു ഉയർത്തെഴുന്നേറ്റത്. ആമേൻ. ആകയാൽ പ്രിയമക്കളെ, അന്ന് എൻ്റെ മുഖത്ത് പരിഭ്രമങ്ങളുണ്ടായി, എൻ്റെ ഹൃദയത്തിൽ ഭാരം വരാൻ തുടങ്ങി. അയ്യോ, ഞാൻ രക്ഷ പ്രാപിച്ചിട്ടില്ലേ? എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ ആ മനുഷ്യൻ ദൈവവചനം പ്രസംഗിക്കുന്നു, എൻ്റെ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. നീ ബോട്ട് കയറി സഞ്ചരിക്കേണ്ടവനാ, നീ ബസ് കയറി പോകേണ്ടവനാ. നിന്റെ ആത്മാവിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, മയക്കവലി നിർത്തി, അടിപിടി നിർത്തി, ദുർമാർഗം നിർത്തി, നീ ഇന്ന് രക്ഷയോടെ ജീവനോടെ വീട്ടിൽ പോകുമെന്ന് എന്താ ഗ്യാരണ്ടി ഉള്ളത്? ഞാൻ പേടിച്ചു മക്കളെ. പരിശുദ്ധാത്മാവിനെ പേടിപ്പിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, നീ രക്ഷ പ്രാപിക്കണം, നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണം, നീ വീണ്ടും ജനിക്കണം. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ 5 മണിയായി. അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാമോദീസ സ്നാനം കൊണ്ട് ഒരിക്കലും നിത്യതയിൽ പോകാമെന്ന് ഒരാളും ചിന്തിച്ചേക്കല്ലേ പ്രിയ മക്കളെ. സ്തോത്രം. നീ അറിയാതെ, നിന്റെ ബുദ്ധി അറിയാതെ, നിന്റെ ഹൃദയം അറിയാതെ ആരോ എന്തൊക്കെയോ ചെയ്തു കൂട്ടി സ്വതം നിന്നെ ഒരു വിഭാഗത്തിൽ പെടുത്തിയിരിക്കുക. കേട്ടോ പ്രിയ മക്കളെ, നീ ക്രിസ്ത്യാനിയല്ല. സ്വതം നീ ഒരു വിഭാഗക്കാരനാ. ഞാനന്ന് കത്തോലിക്കനായിരുന്നു, ഞാൻ ഒരു ക്രിസ്ത്യാനി ആയിട്ടുണ്ടായിരുന്നില്ല. സ്വതം. 45-ാമത്തെ ദിവസമോ 90-ാമത്തെ ദിവസമോ ദൈവം തരുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി ആചാരപ്രകാരം ഒരു സ്ഥലത്ത് തലയിൽ വെള്ളവും തളിച്ചിട്ട് കത്തോലിക്കനാക്കി മാറ്റുന്ന പ്രക്രിയയല്ല വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്നത്. നിന്റെ ഹൃദയം കൊണ്ട്, നിന്റെ ആദരം കൊണ്ട് സാത്താന്റെ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് എന്റെ യേശുവിനെ വേണം എന്ന് പറയുന്ന പ്രക്രിയ പ്രിയ മക്കളെ. സ്തോത്രം. രക്ഷ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് സ്വർഗത്തിലെ ദൈവം എന്നോട് ഇടപെടുവാൻ തുടങ്ങി. സ്തോത്രം. മുൻകാലങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് കറക്റ്റ് അല്ല, അതിൽ തെറ്റുണ്ട്. നിനക്കിന്ന് മനസ്സിലാകുന്നുണ്ടോ? ദൈവം ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? നിന്നെ തെറ്റിച്ച് കളഞ്ഞത് ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. അന്ന് ഹൃദയം കൊടുത്തു. സ്തോത്രം. ഞാൻ പറയുന്നത്, വെളിച്ചമായവൻ വന്നതായിരുന്നു, പക്ഷെ എൻ്റെ പ്രവർത്തികളെല്ലാം ഇരുളിലായിരുന്നു.
ആമേശ്വതം ന്യായവിധി എന്നതോ എൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വർഗം ഒരു ന്യായവിധി മാറ്റി തന്നു. ആമേശ്വതം എന്താണ് ന്യായവിധി? ആമേശ്വതം ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. കേട്ടോ പ്രിയ മക്കളെ, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവിടെയുള്ള തൊട്ട് മുമ്പിലുള്ള ഒരു കപ്പേളുണ്ട്, റോട്ടിലുള്ള, ഞങ്ങൾ പണിതാ. ആമേ സ്തോത്രം, ഞങ്ങൾ പണിത് കൊടുത്താ. ആമേ സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, കുടുംബത്തിന്റെ എല്ലാ മേഖലകളും താളം തെറ്റിപ്പോയപ്പോ ആമേ സ്തോത്രം, ആമേ നേർച്ച കൊണ്ടോ കാഴ്ച കൊണ്ടോ വഴിപാട് കൊണ്ടോ സമാധാനം ലഭിക്കണമെങ്കിൽ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേ പാരമ്പര്യം കാണിച്ചിരുന്ന എല്ലാ മേഖലകളിലും സഞ്ചരിച്ചതാ. പക്ഷെ തകർന്ന് തരിപ്പണമായി ആമേ ജീവിക്കണ്ട എന്ന് തോന്നിപ്പോകുന്ന ഒരു ചിന്തയിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും പരിശുദ്ധ ദൈവത്തിന്റെ കരം പിടിച്ച് ഉയർത്തുവാൻ ഇടയായി തീർന്നത്. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം. കേട്ടോ പ്രിയ മക്കളെ, ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഞങ്ങൾ ചെയ്തതാ ആമേ ഒത്തിരി പെരുന്നാളുകൾ, ഒത്തിരി ഉത്സവങ്ങൾ. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് പ്രിയ മക്കളെ, കൊടിമരം, എണ്ണ, വിളക്ക്, ആമേ എന്ന് വേണ്ട പലതും ആമേ സ്തോത്രം ആചാരങ്ങളിലൂടെ ഒക്കെ കടന്നു പോയതാ. അതുകൊണ്ട് ആമേ സ്തോത്രം, നിങ്ങൾ ഏതല്ല ആചാരങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളാണെങ്കിലും അനുഭവത്തിന്റെ തികവിൽ നിന്ന് വിളിച്ചു പറയാം, ആചാരം ഒരിക്കലും ഒരു മനുഷ്യനെ രക്ഷിക്കത്തില്ല. നേർച്ച കാഴ്ച ഒരു മനുഷ്യനെ രക്ഷിക്കത്തില്ല. പാരമ്പര്യം ഒരു മനുഷ്യനെ രക്ഷിക്കത്തില്ല. വെളിച്ചമായവൻ യേശു മാത്രമേ നമ്മെ രക്ഷിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ആ ദൈവാസനെ ഇന്ന് ദൈവം തടുത്തതാറ്റെന്ന് തോന്നുന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയൊന്നും പറയണമെന്ന് ചിന്തിച്ചതല്ല പ്രിയ മക്കളെ, പക്ഷെ നിങ്ങൾ ഇത് അറിയണം. ആരൊക്കെയോ ഇന്ന് ഒരു വിടുതലിലേക്ക് നീങ്ങാൻ പോകുന്നുണ്ട്. ആമേ സ്തോത്രം. ജാതികളുടെ പൂർണ്ണമായ ഒരു സംഖ്യ തികയുവോളം ആമേ ചിലതിനെ സംഖ്യ തികച്ചെടുക്കുവാൻ പരിശുദ്ധ ദൈവം ആഗ്രഹിക്കുകയാണ്. നശിച്ചു പോകാതെ നിത്യതയിലേക്ക് നീ പ്രവേശിക്കേണ്ടതിനാൽ പരിശുദ്ധ ദൈവം നിനക്ക് മുമ്പാകെ ഒരു വാതിൽ തുറന്നിടുകയാ. ആമേൻ. കേട്ടോ പ്രതിമക്കൾ, ഇതിനകത്തുനിന്ന് ആരൊക്കെയോ നിത്യരക്ഷയിലേക്ക് പരിശുദ്ധ ദൈവം അടുപ്പിക്കാൻ ആഗ്രഹിക്കുകയാ. ആമേ, നമ്മുടെ ജീവന്റെ ഗ്യാരണ്ടി നമുക്കറിയത്തില്ല പ്രിയ മക്കളെ. പുല്ലും കാറ്റടിച്ച് ഉതിർന്നു പോകുന്ന പുല്ലിന്റെ പൂവിനും സദൃശ്യമാ. നാളത്തെ ദിവസം നമ്മൾക്കുള്ളതല്ല. നാളെ നീ മരിച്ചു പോകുകയാണെങ്കിൽ, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടാത്ത ഒരു വ്യക്തിത്വമാണെങ്കിൽ നിന്റെ ആമേശ്വതം നിത്യ വിശ്രാമം എവിടെയായിരിക്കും എന്നറിയാമോ? അങ്ങ് നാശകരമായ കുഴിയിലായിരിക്കും. കേട്ടോ പ്രിയ മക്കളെ, ആമേ, നമ്മുടെ സ്വന്തത്തിലും ബന്ധത്തിലും ഒക്കെ പറയുക, എൻ്റെ സ്വന്തത്തിലും ബന്ധത്തിലൊക്കെ ഒത്തിരി അച്ഛന്മാരുണ്ട്. മെത്രാന്മാരുടെ കുടുംബത്തിലുള്ളതാ. ആമേശ്വതം മെത്രാനെ കൊണ്ട് എത്ര ആമേശ്വത കുർബാന, ആമേ എത്ര ലുതീനിയ, ആമേ എത്ര അനിത ചെല്ലിച്ചെന്ന ഒരാത്മാവ് രക്ഷപ്രാപിക്കും. പോപ്പിനോട് ചോദിക്കേ, ഉത്തരവുണ്ടാകത്തില്ല. ഉത്തരം തരുന്നൊരു പുസ്തകം നമ്മുടെ കയ്യിലിരിക്കുമ്പോ ആമേ ഉത്തരം കിട്ടാത്ത ചോദ്യവുമായിട്ട് കടന്നു പോകല്ലേ. ആമേ ഉത്തരമുള്ളൊരു പുസ്തകം കരത്തിലിരിക്കുമ്പോൾ ആമേശ്വതം ഉത്തരം കിട്ടാത്ത ചോദ്യത്തിൽ വട്ടം കറങ്ങല്ലേ. ആമേശ്വതം നിന്നെ രക്ഷിക്കുന്നത് നിന്നെ കരത്തിലിരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകത്തിലെ വചനമാ, യേശു കർത്താവാ. കേട്ടോ പ്രിയ മക്കളെ, ആചാരങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ രക്ഷിക്കാൻ പറ്റില്ല. ഞാൻ അന്ന് തകർന്നുടഞ്ഞു. ആമേശ്വതം വൈകിട്ട് ഒരു 6:30 മണിക്ക് 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല, ഞങ്ങളുടെ സ്നാനക്കുളത്തിൽ വെള്ളമില്ല. വരുന്ന ആഴ്ചയിൽ ബുക്ക് ചെയ്തെന്നാലേ പിന്നത്തെ ആഴ്ചയിൽ കൊണ്ടുവന്ന് വെള്ളം അടിക്കത്തുള്ളൂ. ആമേ, മാത്രമല്ല സെൻട്രൽ പാസ്റ്റർ ഇല്ല സ്നാനപ്പെടുത്താൻ. ഞാൻ പറഞ്ഞു, എനിക്ക് സെൻട്രൽ പാസ്റ്റർ ഒന്നും വേണമെന്നില്ല. ആമേ, സ്നാനപ്പെടുത്താൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, ടാങ്കിൽ വെള്ളമില്ല. ഞാൻ പറഞ്ഞു, ടാങ്കിൽ സ്നാനപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ആമേ, പൊതുജനം കൂടുന്ന പൊതുജനത്തിന്റെ മധ്യത്തിൽ പരസ്യമായിട്ട് പാപം ചെയ്ത് ജീവിച്ചവനാ. അതുകൊണ്ട് ആമേ സ്വതം രഹസ്യത്തിൽ പോയിട്ട് ഒരു ടാങ്കിനകത്തോ ആമേ കിണറ്റിനകത്തോ ആമേ സ്വതം ആമേ സ്നാനപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. പൊതുവായിട്ടുള്ള സ്ഥലത്ത്, പുഴയിലോ ആമേ കടലിലോ, പ്രൈസലോ എന്ന ആമേ സ്തോത്രം ഒരാഗ്രഹത്തോടെ ആമേ സ്തോത്രം ആമേ ഇറങ്ങിയവനാ പ്രിയ മക്കളെ. വല്ലതും കിട്ടുമെന്ന് കരുതിയിട്ടല്ല, പാപം മോചിച്ച് കിട്ടുമെന്ന് അറിഞ്ഞ് ആമേ മാത്രം ഇറങ്ങിയതാണ്. വല്ലതും കിട്ടുമെന്ന് കരുതിക്കൊണ്ട് ഇറങ്ങിയതല്ല. ആമേ, പാപം യേശു മോചിച്ചു തന്നു. അതുകൊണ്ട് അവന്റെ നാമത്തിനു വേണ്ടി നിൽക്കുകയാ. ഇന്നിവിടെ പിടഞ്ഞു വീണ് മരിച്ചെന്നാലും എനിക്കൊരു ഉറപ്പുണ്ട്, എന്റെ അപ്പൻ എന്നെ അവിടെ കൈക്കൊള്ളും. ഒരു നിത്യരക്ഷ എനിക്ക് നൽകി തരും.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലേ, ഇന്നു മുതൽ ഈ സെക്കൻഡ് മുതൽ നിന്റെ ജീവിതത്തിൽ ആമേശ്വത എന്ത് സംഭവിച്ചെന്നാലും, ആമേശ്വത മരണം നിന്നെ പിടികൂടിയെന്നാലും അകത്തളത്തിൽ നിനക്കൊരു ഉറപ്പുണ്ട് കേട്ടോ. ആമേശ്വത വിളിച്ചു വേർതിരിച്ച ദൈവം നിന്നെ വഴിയിലിട്ട് കളയത്തില്ല. ആമേ നിത്യജീവനിലേക്ക് പരിശുദ്ധ ദൈവം നിന്നെ അടുപ്പിക്കും. അങ്ങനെ ആമേ ഫോർട്ട് വെച്ച് കടലില്ല ആമേശ്വതം സ്നാനമേൽപ്പാനിടയായി തീർന്നത്. ആമേശ്വതം എന്താ ന്യായവിധി? ആമേശ്വതം 18 വാക്യം വായിച്ചു. 3:18. ഒരല്പസമയം മുന്നോട്ട് പോയ കുഴപ്പമുണ്ടോ? സ്തോത്രം. ഓക്കെ, വായിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ആരിൽ വിശ്വസിക്കുന്നവന്? യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. പറയാൻ പറ്റുമോ പ്രിയ മക്കളെ? നിങ്ങൾ എല്ലാവരും അതരങ്ങൾ തുറന്നൊന്ന് പറഞ്ഞേ, യേശുവിൽ വിശ്വസിക്കുന്നവന് എന്തില്ല? ഒന്ന് പറഞ്ഞേ, യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വേറെ ആരിൽ വിശ്വസിച്ചെന്നാലും ന്യായവിധിയുണ്ട് കേട്ടോ പ്രിയ മക്കളെ. യേശുവിന്റെ അമ്മയായി മറിയയിലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മ പോയിട്ട് മകനോട് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അമ്മ പോയിട്ട് മകനോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പിടേണ്ട സ്ഥാനത്ത് പുള്ളിക്ക് ഒരു അമ്മയുണ്ടെങ്കിൽ അമ്മയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചാൽ മതിയാകോ? പ്രധാനമന്ത്രിയുടെ അമ്മയല്ലേ? പിണറായി വിജയൻ സാറിന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചാൽ മതിയാകോ? എന്താ? അധികാരമില്ല. അധികാരം പിണറായി വിജയൻ സാറിന്, അധികാരം നരേന്ദ്രമോദി സാറിന്. അമ്മയാ കേട്ടോ, അമ്മയാ. പക്ഷെ ജനം കൊടുത്തിരിക്കുന്ന ഒരു അധികാരം ഇദ്ദേഹത്തിന്റെ ശിരസിലിരിക്കുകയാ. പിതാവ് കൊടുത്തിരിക്കുന്ന അധികാരവുമായിട്ട് സ്വന്തം മനുഷ്യപുത്രൻ, ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. നശിച്ചു പോകുന്നവരെ നിത്യരക്ഷയിലേക്ക് അടുപ്പിക്കാൻ തക്ക വിധം യേശു കർത്താവ് സ്വന്തം ജീവനെ വിലയേറിയതായി എണ്ണിയില്ല കേട്ടോ പ്രിയ മക്കളെ. ഇതിന്റെ പൊരുളതാ. സ്തോത്രം. ഹല്ലേലൂയ. മറിയും സ്തോത്രം തന്റെ സ്തോത്രം മക്കളും ശിഷ്യന്മാരും അന്ന് 120ഓളം പേര് പ്രാർത്ഥനയ്ക്ക് എവിടെ കൂടി? മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടി. ഇവരാരോടാ പ്രാർത്ഥിച്ചത്? അല്ലെങ്കിൽ ഈ 119 പേര് മറിയോടാണ് പ്രാർത്ഥിച്ചത്? അല്ല. പിശാച് എന്ന് പലരുടെയും ബുദ്ധിയെ കെട്ടുകയാ. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം ചിലത് തുറക്കാൻ പോകുകയാ. ചിലതിന്റെ ബുദ്ധിയെ പരിശുദ്ധാത്മാവിനെ തുറക്കുകയാ. നിനക്കൊരു നിത്യരക്ഷയുടെ പകൽക്കാലമാ. നീ നശിച്ചു പോകരുത്, നീ നരകത്തിൽ വീഴരുത്. ആമേൻ. നിത്യരക്ഷയുടെ പകലാ പ്രിയ മക്കളെ. എനിക്കറിയത്തില്ല കേട്ടോ. സ്തോത്രം. ആരുടെയൊക്കെയോ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം കരം പിടിച്ച് നടത്താൻ ആഗ്രഹിക്കുക. പാരമ്പര്യത്തിന്റെ നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിത്യരക്ഷയുടെ സ്വർഗത്തിലേക്ക് കയറുവാൻ ഇന്ന് പകൽക്കാലം നിന്റെ കാലുകളെ അവിടേക്ക് എടുത്തു വെപ്പിക്കുകയാണ്. നരകമുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ചിലർ പറയും നരകവും സ്വർഗവും ഒക്കെ ഭൂമിയിൽ തന്നെയാണെന്ന്. ഇല്ല പ്രിയ മക്കൾ, ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടത്തെ പൊതു ടാപ്പിൽ നിന്നും ഒരു കപ്പ് വെള്ളമോ അല്ലെങ്കിൽ ആ ടാപ്പ് തുറന്ന് കൈ ചേർത്ത് പിടിച്ച് അല്പം വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമി നരകമല്ല. നരകം എന്ന് പറയുന്നത് എന്റെ ബുദ്ധിക്കതീതമായ ഒരു സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. നരകം എന്ന് പറയുന്നത് നിന്റെ ബുദ്ധിക്കതീതമായ ഒരു സ്ഥലമാ. ഒരു ഒറ്റ ഭാഗം ഞാൻ ചിന്തിപ്പിക്കാം. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. ഒറ്റ വാക്യം. ധനവാനും നമ്മളെല്ലാവരും എന്ത് ചെയ്യും? കർത്താവിന്റെ വരവ് താമസമെങ്കിൽ പെട്ടിയിൽ അടക്കപ്പെടും. സ്തോത്രം. പക്ഷേ നമ്മുടെ ആത്മാവെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിനെ അടക്കാൻ പറ്റോ? ആത്മാവ് പോകുമ്പോഴാണ് ഇത് ജഡമായി മാറുന്നത്. സ്തോത്രം. എൻ്റെ പേര് ബിജു എന്നാ. സ്തോത്രം. ബിജു എന്ന് വിളിക്കുന്നത് ഈ ശരീരത്തെ അല്ല. ശരീരത്തിനെ ആണോ? ശരീരത്തിനെ അല്ല. ഞാനിവിടെ മരിച്ചു വീണു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ബിജു പാസ്റ്റർ എവിടെ? പോയി, ഞങ്ങൾ കണ്ടില്ല. പുള്ളി എവിടെ? പുള്ളി പോയി. അങ്ങനെയല്ലേ പറയാറുള്ളത്. ബിജു പാസ്റ്റർ എന്ത് ചെയ്തു? മരിച്ചുപോയി. എവിടെ പോയി? അറിയില്ല. അവിടെ ചെല്ലുമ്പോൾ കാണാം ബിജു പാസ്റ്റർ മരിച്ചു. പക്ഷെ ഇവിടെ ആള് കിടപ്പുണ്ടാകത്തില്ലേ?
ഈ ഇത്രയുള്ള ശരീരം ഇവിടെ കിടക്കുന്നുണ്ടാകത്തില്ലേ? അപ്പൊ ബിജു പാസ്റ്റർ എന്ന് പറഞ്ഞ ആരേൻ? അകത്ത മനുഷ്യനെയാ. അകത്ത മനുഷ്യന്റെ പേര് ബിജു പാസ്റ്റർ എന്ന്. താഴ്ത്ത് കിടക്കുന്ന മനുഷ്യൻ ഡെഡ് ബോഡിയാ. നിങ്ങൾ ചോദിക്കും, എപ്പോഴാ അടക്കം ചെയ്യേണ്ടത്? സമയം വല്ലതും നിശ്ചയിച്ചോ? പിന്നെ ഈ കിടക്കുന്ന ആളെ ഉടിപ്പിക്കേണ്ടതും കുളിപ്പിക്കേണ്ടതും നടത്തേണ്ടതും പിടിക്കേണ്ടതും അവന് മറ്റുള്ളവരുടെ ഇഷ്ടം പോലെയാ. സ്വന്തം ഇഷ്ടക്കാരൻ പോയി. കേട്ടോ പ്രിയ മക്കളെ, സ്വന്തം കഴിഞ്ഞൊരു സമയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരാൾ മരിച്ചു കിടന്നൊരു വീട്ടില്, ഞങ്ങളെ സ്വന്തക്കാരനാ. എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ മോർച്ചറിലേക്ക് കൊണ്ടുപോയി. പോലീസുകാരൊക്കെ വന്ന് എല്ലാ കാര്യവും ചെയ്തു. അപ്പോൾ ഞാനുണ്ടായിരുന്നു, എൻ്റെ മോനുണ്ടായിരുന്നു, കൂടെ 2 പേരുണ്ടായിരുന്നു. ഒന്ന് ഷിനുവിൻ്റെ അപ്പച്ചനാ. അപ്പോൾ ഷിനുവിൻ്റെ അപ്പച്ചൻ പറയണേ, എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പേ പറയുമായിരുന്നു, എൻ്റെ മക്കളെ എന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, ഐസിൽ വെക്കരുത്, അവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറയണത്. പ്രൈസലോ. അമ്മേ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, എന്നെ കൊണ്ടുപോയിട്ട് ഐസിൽ വെച്ചേക്കരുത്, അവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവരുടെ ചിന്ത മരിച്ചു കഴിയുന്ന ആത്മാവിനകത്ത് നഷ്ടപ്പെട്ടു പോയി കഴിയുന്ന ചൂടോ തണുപ്പോ. പ്രൈസലോ. സ്വതം. പക്ഷേ ദൈവത്തിന്റെ ന്യായവിധി സംഭവത്തിലേക്ക് വരുമ്പോ എല്ലാ അനുഭവങ്ങളുമുള്ള ഒരു ശരീരമായിരിക്കും അവിടെ ദൈവം കൊടുക്കും. അവിടെ കിടന്ന് വേദന അനുഭവിക്കും. സ്തോത്രം. ഞാൻ എന്നും പറയാറുണ്ട്, 3 നരകങ്ങളെ കുറിച്ച് എനിക്ക് അല്പമായിട്ട് പുസ്തകത്തിൽ അറിയാം. 3 നരകങ്ങൾ. ഇന്ന് ജില്ലാ ജയിലുണ്ട്, സബ് ജയിലുണ്ട്, സെൻട്രൽ ജയിലുണ്ട്. ഉണ്ടോ? കുറ്റങ്ങൾക്ക് കുറ്റത്തിന്റെ കാഠിന്യത്തെ അനുസരിച്ചിട്ടുള്ള സെല്ലുകളുണ്ട്. ജനറൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള സെല്ലുകളുണ്ട്, കണ്ടന്റ് സെല്ലുകളുണ്ട്. സ്തോത്രം. തടവ് പുള്ളികളെ താമസിപ്പിക്കുന്ന ഈ ഇവിടെ ഫോർട്ട് കൊച്ചിയില് 2 അങ്കിളുമാരും ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ, സാൻഡ്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ, ഇവന്മാര് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിരുന്ന പിള്ളേരാ. സാൻഡ്ര എന്ന് പറയുന്ന ഒരു കുട്ടിയെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നൊരു ചരിത്രമുണ്ട്. സ്തോത്രം. ഇവന്മാര് കാസർഗോഡ് ജയിലില് നമ്മുടെ പുതുവൈപ്പില്, ഈ ചർച്ച് പുതുവൈപ്പിലായിരുന്ന സമയത്ത് ഈ പ്രസംഗങ്ങള് അവിടെ ഇവന്മാർക്ക് പരിചയമുള്ള ഒരു സിസ്റ്റർ നമ്മുടെ ചർച്ചിൽ വന്നിരുന്നു, ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. അവര് മൊബൈലിൽ പിടിച്ചിട്ട് യുവമാരെ കേൾപ്പിക്കുമായിരുന്നു. അപ്പൊ യുവമാര് കിടക്കുന്ന സെല്ല് എങ്ങനത്തെ സെല്ലാന്നറിയോ? കോഴിമുട്ട ആകൃതിയിലുള്ള സെല്ല. എങ്ങനെയാ? ഇരിക്കാൻ പറ്റത്തില്ല, നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല, ശരിക്കും നിവർന്ന് കിടക്കാൻ പറ്റത്തില്ല. കുറ്റത്തിന്റെ കാഠിന്യത്തിനൊത്തവണ്ണം ഉള്ള സെല്ലുകളുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ലോകമനുഷ്യൻ. സ്വതം. അവന്റെ ശിക്ഷയ്ക്കൊത്തവണ്ണമുള്ള കാഠിന്യത്തിന്റെ സെല്ലുകളിലും സ്വതം അവന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കത്തക്ക നിലവാരത്തിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭൂമിയിലുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ ദൈവം എത്രയധികം. ഇവിടെ ഭൂമി സ്വതം ജനിച്ചിട്ട് കൈകൊണ്ടൊരു ഇർക്കൽ പോലെ എടുത്തൊരു അധ്വാനിക്കാത്തൊരു മനുഷ്യനാ ധനവാൻ. അവൻ വീട്ടിൽ നടക്കുമ്പോൾ എങ്ങനെ നടക്കുന്നത് അറിയാമോ? ദിനം പ്രതി പട്ടുവസ്ത്രം ധരിച്ചിട്ട് നടക്കുന്നത്. കുടിക്കുന്നതും കഴിക്കുന്നതും മേൽത്തരമായ ആഹാരമാ. സ്വതം. സമ്പന്നതയിൽ ആറാടിയ മനുഷ്യൻ മരിച്ചുപോയപ്പോൾ എവിടേക്ക് പോയെന്നറിയോ? നിത്യനരകത്തിലേക്ക് പോയത്, യാതനാ സ്ഥലം. ഇവന്റെ സഹോദരന്മാരുണ്ട്, ആ സ്ഥലത്തെ ഹൈടെക് പുള്ളികളാ. ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ടോപ്പ് ലെവലിലുള്ള ഒരു വ്യക്തിത്വം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആചാരപ്രകാരമാണെങ്കിൽ, അല്ലെങ്കിൽ കത്തോലിക്കരുടെ ആചാരപ്രകാരമാണെങ്കിൽ എന്ത് ചെയ്യും? അടക്കം ചെയ്യുന്ന 12 അച്ഛന്മാരുടെ, ചുരുങ്ങിയത് 12 പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ മെത്രാൻ വരും. സ്തോത്രം. വേണമെങ്കിൽ ആർച്ചക്കുള്ള ആർച്ച് വരും. സ്തോത്രം. സ്ക്വയർ അല്ല, വരും. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? അടക്കം ചെയ്യും. അതുപോലെ നല്ല അടക്ക ശുശ്രൂഷ കിട്ടിയൊരു മനുഷ്യനാ ആര്? ധനവാൻ. ധനവാനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ പട്ടണത്തിൽ ഒരു പ്രഭു മരിച്ചു നമ്മുടെ പോലെ ആയിരിക്കോ? ഇല്ലെന്നേ. അദ്ദേഹത്തിന് അതിൻ്റെതായ എന്തിനേറെ അധികാരത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചെന്ന ആചാരവിധികളൊക്കെ മുഴക്കിയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? പട്ടണം അറിയും, ദേശം അറിയും, വൻ ജനാവലിയോടെ. ഇതുപോലെ ആ പട്ടണത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും സമ്പന്നനാ ഇവൻ മരിച്ചപ്പോ ചുറ്റുപാടുകളിലേക്ക് എല്ലാ സ്ഥലത്തേക്ക് അറിയിപ്പ് അയച്ചു.
ആളുകൾ വന്നു, പുരോഹിതന്മാർ വന്നു, മഹാപുരോഹിതന്മാർ വന്നു. സ്വതം അവരുടെ നേതൃത്വത്തിൽ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ദുഃഖാചരണം. സ്വതം അവർ നല്ല നീട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവനോട് ഇരുന്നപ്പോൾ ഒത്തിരി ബഹുമതികളും സ്വതം സമ്മാനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അടക്കം ചെയ്തു. എന്നിട്ട് അടുത്ത ദിവസങ്ങളിൽ 7-നോ 30-നോ 41-നോ 10,000 പേരുടെ സദ്യ, 10,000 പേരുടെ സദ്യ, അല്ലെങ്കിൽ 1,00,000 പേർക്കുള്ള സദ്യ, ഇതെല്ലാം കൊടുത്ത് ഈ മനുഷ്യനെ അടക്കം ചെയ്തതാ. എവിടെ കിടക്കുക? എന്റെ ദൈവമേ, ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞോളണം പ്രിയ മക്കളെ. പുള്ളി പോയതെങ്ങാടാന്നറിയാമോ? 1,00,000 പേർക്ക് സദ്യ കൊടുത്ത ആള് പച്ച വെള്ളം കിട്ടാത്ത സ്ഥലത്തേക്കാ പോയത്. പ്രൈസ് ദി ലോർഡ്. സ്വതം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ 1,00,000 പേര് ഇരുന്ന് അടിക്കുകയാ. സ്വതം ചിക്കനും മട്ടനും എല്ലാം ഉണ്ട്. സ്വതം എല്ലാ ആവശ്യത്തിന് വിളമ്പി കഴിക്കുമ്പോ അവിടെ കിടന്നുകൊണ്ട് അബ്രഹാം പിതാവേ, ലാസറിന്റെ വിരൽത്തുമ്പിലെങ്കിലും ഒരു തുള്ളി വെള്ളം തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ നിലവിളിക്കുന്ന ഒരുത്തനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു ഗതി നിങ്ങൾക്ക് വരാതിരിക്കേണ്ടതിനായിരിക്കാം ഇന്ന് ആ ദൈവദാസനെ മുടക്കിയിട്ട് ഇന്ന് എന്റെ ശബ്ദത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിത്യരക്ഷ പ്രാപിക്കണം. ദൈവരാജ്യത്തിൽ കിടക്കണം. അപ്പോ സ്വതം ഇദ്ദേഹത്തിന്റെ അനിയന്മാരൊക്കെ പറഞ്ഞു, ഒന്നും കുറക്കരുത്, ചേട്ടൻ ഞങ്ങളൊക്കെ വളർത്തിയതാ. ചേട്ടനാണ്, ഞങ്ങളുടെ മൂത്ത ചേട്ടനാണ്. സ്വതം ഞങ്ങൾക്കൊക്കെ ഇത്രയും വിദ്യാഭ്യാസം. അതുകൊണ്ട് പുരോഹിതന്മാരൊക്കെ വിളിച്ചിട്ടും 3 കുർബാന വേണമെങ്കിൽ എന്ത് ചെയ്തോ, ഓരോ ദിവസങ്ങളിലായിട്ട് നടത്തിക്കോ. പിന്നെ സ്വതം ഒരു 70 വർഷത്തേക്ക് ചേട്ടന്റെ ആത്മാവ് നിത്യശാന്തി കിട്ടാനുള്ള, അതേ പിടിച്ചോ, പൈസ പിടിച്ചോ, ചെക്ക് വേണോ, ചെക്ക്. ചില വീടുകളിലൊക്കെ മക്കളൊക്കെ വിദേശത്തൊക്കെ, അപ്പൊ ഈ അമ്മമാരും അപ്പന്മാരൊക്കെ, കത്തോലിക്ക സഭയില്ല, ഇവിടുത്തെ അല്ല, അവരൊക്കെ നേരെ പുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, അച്ചോ ഇനി എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കയ്യും കാലൊക്കെ ഭയങ്കര വേദനയാ, ഞാൻ മരിച്ചെന്നാൽ അച്ഛാ എനിക്ക് വേണ്ട അനിയതയും കുർബാനയൊക്കെ എന്ത് ചെയ്തേക്കണം, ചൊല്ലിക്കൊള്ളണം, ഈ ചെക്ക് എന്ത് ചെയ്യട്ടെ, ഇരിക്കട്ടെ, നല്ലത്. പ്രൈസ് ദി ലോർഡ്. എത്ര വർഷത്തേക്കാ? ഈ ചെക്ക് തീരുന്നത് വരെ, ഇതിനകത്തോ പൈസ തീരുന്നത് വരെ എനിക്ക് എന്ത് ചെയ്തേക്കണം. അതായത് ഈ കാലത്തിലൊന്നും പുള്ളിക്കാഴ്ത്തി എന്ത് ചെയ്യത്തില്ല, പോകാൻ ആഗ്രഹിക്കുന്നില്ല. തീരുന്നു, ഒരാളും പോകത്തില്ല കേട്ടോ പ്രിയ മക്കളെ. പള്ളി പാരമ്പര്യം, ഞാൻ ആ പാരമ്പര്യത്തിൽ നിന്നതുകൊണ്ടാണ് പറയുന്നത്. ഒരിക്കലും പിന്നിൽ എത്രത്തോളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ക്രിയകൾ ചെയ്തെന്നാലും നിന്റെ ആത്മാവ് പോകത്തില്ല. ആത്മാവിന് പോകാനുള്ള നല്ല കാര്യങ്ങളാണ് ഇവിടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവനോടിരിക്കുമ്പോ ജീവനുള്ളവനെ ആരാധിക്കണം. ജീവനോടിരിക്കുമ്പോ അതുകൊണ്ടാണ് പറയുന്നത്, ജീവനുള്ള ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൽപ്പനയാകുന്ന രക്ഷ സ്നാനം ഇത് ഒഴിവാക്കാൻ പാടില്ല. നമ്മുടെ ഈ രാജ്യത്തിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? വിസ മാത്രം ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ? പാസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുദ്രയുള്ള ഒരു പാസ്പോർട്ട് നിന്റെ കരത്തിലുണ്ടാകണം. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് അടുത്ത ബസ് സ്റ്റോപ്പിലുള്ള പുതുവൈപ്പ് ദേശമല്ല, അവിടേക്ക് പോകണം. പോകണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കാതെ, ഈ ഐഡന്റിറ്റി ഇല്ലാതെ സ്വർഗത്തിലെ ദൈവം നിന്നെ അവിടേക്ക് കൈക്കൊള്ളത്തില്ല. ഈ ഒരു പാസ്പോർട്ട് ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് ഇതിന്റെ വാതിക്കൽ എത്രത്തോളം നാൾ നിന്നാലും സ്വതം രക്ഷയില്ല. അവിടുത്തെ വാതിൽ തുറക്കത്തില്ല. പക്ഷെ പാസ്പോർട്ട് ഉള്ളവൻ ചെന്നോ, ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ വാതിലും തുറന്ന് നീ അകത്തേക്ക് പ്രവേശിക്കാനിടയായി തീരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സ്വതം ഇവിടെ ധനവാനും മരിച്ചുറ്റടക്കപ്പെട്ടു. ധനവാന്റെ അടക്കം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാ. നിങ്ങളൊന്ന് ഭാവനയെ കണ്ടാൽ മതി. നമ്മുടെ ഈ കൊച്ചു പട്ടണത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അന്നത്തെ കാലഘട്ടത്തിൽ അതിനേക്കാൾ കൂടുതലാ. അതുപോലെ ഒത്തിരി കാർമ്മികത്വത്തിൽ ആള് മരിച്ചടക്കപ്പെട്ടു. ഒരുപാട് ആളുകൾക്ക് ആഹാരം കൊടുത്തു. പിന്നെയും ക്രിയകൾ ചെയ്യാൻ വേണ്ടി അനിയന്മാർ സന്നദ്ധരായി നിൽക്കുകയാ. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ സഹോദരന്മാർ ഒത്തിരി ആളുകൾ എന്ത് ചെയ്യുന്നു, വീട്ടിലുണ്ട്. അപ്പോ ഹല്ലേലൂയ. ഇങ്ങനെ എല്ലാ ക്രിയകൾ ഇവരെല്ലാം ഭൂമിയിൽ വെച്ച് ചേട്ടന് വേണ്ടി ചെയ്യുന്നുണ്ട്. ചേട്ടൻ എവിടെ കിടക്കുക? വായിച്ചോ, ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി. ലാസറായ ഇദ്ദേഹത്തിന്റെ ബന്ധക്കാരനാണോ, സ്വന്തക്കാരനാണോ? കഴിഞ്ഞ ദിവസം വരെ ലാസറിനെ കണ്ടിട്ട് ഒരു പുഴുത്ത പട്ടിക്ക് തുല്യമായിട്ട് കാണാതെ പോയൊരു മനുഷ്യനാ.
അപ്പൊ നരകത്തിന്റെ വ്യാപ്തി നിങ്ങളൊന്ന് ചിന്തിച്ചോളാം. നരകത്തിൽ ചെല്ലുമ്പോ ആമേ സ്തോത്രം, ലാസർ എന്നല്ല, കുഷ്ഠരോഗിയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ആമേ, കുഷ്ഠരോഗിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കിട്ടാൻ ആഗ്രഹിക്കും. അത്രത്തോളം യാതന അനുഭവിക്കുന്ന സ്ഥലമാ യാതനാ സ്ഥലം. ആമേൻ. കഴിഞ്ഞ ദിവസം വരെയും ധനവാന്റെ വീട്ടുപടിക്കൽ കിടന്ന അവന്റെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടുവന്നിടുന്ന ആ വേസ്റ്റ് കഴിച്ച് ജീവിച്ചവനും നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയെന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഒരു പട്ടി ശരീരത്തിൽ വന്ന് വ്രണങ്ങൾ നക്കുമ്പോൾ അതിനെ ഒന്ന് തള്ളി മാറ്റാൻ, ഓടിച്ചു കളയാനോ പോലും പ്രാപ്തിയില്ലാതെ വണ്ണം ധനവാന്റെ വീട്ടുപടിക്കൽ ജീവശവമായി കിടന്നവനാണ് ലാസർ. ആമേൻ, ആമേൻ. ധനവാൻ പറയുന്ന ലാസറിന്റെ വിരൽ തുമ്പിൽ ഒരു തുള്ളി വെള്ളം. അത്രക്ക് കഷ്ടം അനുഭവിക്കുകയാ. അവൻ പറയുന്നുണ്ട്, ഈ ജ്വാലയിൽ കിടന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് വായിച്ച മോളെ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കും. അപ്പൊ അവിടെ എന്തുണ്ട്? എന്തു ജ്വാലയാ? ഓ, തീ ജ്വാലയാ. ഈ സത്യം അറിയുന്നത് കൊണ്ടാ പ്രിയ മക്കൾ ഈ പട്ടണത്തിലൊക്കെ നടന്ന് വിളിച്ചു പറയുന്നത്, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നരകമുണ്ട്, തീ കത്തുന്ന നരകമുണ്ട്, ഏറ്റവും ഇരുട്ടുള്ള നരകമുണ്ട്, പുഴുക്കളെ കൊണ്ടുള്ള നരകമുണ്ട്. നിങ്ങൾ അവിടേക്ക് പോകല്ലേ. ആമേ. അപ്പോ അബ്രഹാം പിതാവ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ മകനെ. സ്വന്തം താഴേക്ക് വന്ന് വായിച്ചേ. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. കേട്ടോ പ്രിയ മക്കളെ, കർത്താവിന്റെ നാമനിമിത്തം നിന്ദകളോ പരിഹാസങ്ങളോ ദൂഷികളോ വേദനകളോ ക്രൂശീകരണമോ ശിരച്ഛേദമോ ചെയ്യപ്പെട്ടാൽ അവിടെ നിനക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ ഒരു വാതില് സ്വർഗത്തിലെ ദൈവം തുറന്നിടുന്നുണ്ട്. പരിശുദ്ധ ദൈവം ഭൂമിയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്കും വേണ്ടി തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമേറിയ രൂപമയ. അടുത്തത് വായിച്ചോ. അവിടെ ചെന്നിട്ട് കൈക്കൂലിയൊന്നും കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ 10 ലക്ഷം തന്നേക്കാം, എൻ്റെ ചേട്ടൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ, എനിക്ക് വീടും പറമ്പും സ്വത്തും എല്ലാം ഉണ്ട്, അതെല്ലാം നീ എടുത്തോ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷയില്ല. ഇവിടെ വെച്ച് ഏത് കോടതികളെ വേണമെങ്കിലും എന്ത് ചെയ്യാം. സ്തോത്രം. വശീകരിച്ചെടുത്തിരിക്കുന്ന പല ചരിത്രങ്ങളും മുൻകാലം നമുക്കറിയാം. സ്തോത്രം. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അവിടുത്തെ കോടതിയിൽ വില പോകത്തില്ല. അത് സ്വർഗീയ കോടതിയാ. അവിടുത്തെ ന്യായാധിപൻ മറ്റൊരു കാര്യത്തിനും വശം കിട്ടു പോകുന്നവനല്ല. സ്തോത്രം. ഹല്ലേലൂയ. നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ് നല്ല ന്യായാധിപതിയാകുന്ന സ്വർഗത്തിലെ ദൈവം. വശീകരിക്കാനൊന്നും പറ്റത്തില്ല. സ്തോത്രം. അതിന്റെ 27-ാമത്തെ വാക്യം വായിച്ച മോളെ. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിലായി. ഇപ്പോഴാ പുള്ളിക്ക് എന്ത് ചെയ്യണം? സുവിശേഷം കേൾക്കണം. പുള്ളിക്ക് എന്ത് ചെയ്യണം? സുവിശേഷം കേൾക്കണം. അതിന് ഞാനായി ഗതിയിലായി. ഒരു സ്നേഹം ഉണ്ടായിരുന്നു അവന് ഒരു സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ സ്വസ്നേഹമായിരുന്നു. ഇവൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് വീണതെന്ന് അറിയാമോ? കള്ളനെ യേശു എവിടെ കൊണ്ടുപോയി? ഇവൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇട്ടേക്കെന്ന് അറിയാമോ? സ്വസ്നേഹമായി. ഇപ്പോഴും ഇവന് വേണമെങ്കിൽ പറയാം അബ്രഹാമിനോട്, അബ്രഹാമേ, ഞാൻ താമസിക്കുന്ന ഓച്ചന്തുരത്ത് ദേശം അല്ലെങ്കിൽ വൈപ്പിൻ ദേശം, ഒരുപാട് ആളുകൾ അവിടെ അറിയാത്തവരുണ്ട്, അവരെല്ലാം രക്ഷപ്പെടണം, ആരെങ്കിലും അയക്കണം. അങ്ങനെയാണോ പറയുന്നത്? എന്താ പറഞ്ഞത്? എല്ലാം എൻ്റെ. ഇന്ന് പലരുടെയും പ്രാർത്ഥന അങ്ങനെ, എൻ്റെ മക്കൾ രക്ഷിക്കപ്പെടണം, എൻ്റെ മക്കൾ രക്ഷപ്പെടണം, എൻ്റെ മക്കൾ അമേരിക്കയിൽ പോകണം, എൻ്റെ മക്കൾക്ക് കാർ കിട്ടണം, എൻ്റെ മക്കൾക്ക് ലോറി കിട്ടണം, എൻ്റെ വീട് ഉള്ളതിൽ വെച്ച് വലുതാകണം, എല്ലാം എൻ്റെ. മറ്റുള്ളവര് നിങ്ങൾ ആ കൂട്ടത്തിലുള്ളവരാണോ? പിന്നെന്താ മിണ്ടാതിരിക്കുന്നത്? ഞാൻ കരുതി എല്ലാവരും ഇതേ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. ഇല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ഞാൻ ഇവന്റെ കാര്യം പറഞ്ഞതാ, ധനവാന്റെ കാര്യം പറഞ്ഞതാ. താൻ എല്ലാത്തിലും എൻ്റെ. എന്റെ വീട്ടില്, എന്റെ അപ്പന്റെ വീട്ടില് അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം എന്താ? എനിക്ക് 5 പേരുണ്ട്. എനിക്ക് 5 സഹോദരന്മാർ. അവരെന്ത് ചെയ്യണം? അവരും
ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. എന്നാ പറയണ്ടേ? ഒന്നില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും പറയാ. എന്റെ കുടുംബക്കാരും ഒത്തിരി ആൾക്കാരുണ്ട്, എന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ചേട്ടനനിയന്മാരായിട്ട്, അവരെ ആരും പറഞ്ഞിട്ടില്ല, അവരെങ്കിലും എന്ത് ചെയ്യണം? പക്ഷെ ഇവനും പറയുന്നത് എന്താ? നമ്മളും അങ്ങനെ തന്നെയാണ്. ആണോ? ആണോ? പ്രൈസലോ, ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കാൻ. നമ്മുടെ കാര്യങ്ങൾ ദൈവം സാധ്യമാക്കുന്നേ, അല്ലെങ്കിൽ ധനവാന്റെ പോലെ ആയിപ്പോവും. ആമേൻ, സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇപ്പോൾ അവിടെ കിടന്നിട്ട് സുവിശേഷം കേൾക്കാൻ ആഗ്രഹിക്കുക. ആമേൻ. എൻ്റെ 5 സഹോദരന്മാർ എന്ത് ചെയ്യണം? അവരിവിടെ കൃത്യം ചെന്നിട്ടുണ്ടാവും, കൃത്യം ചെന്നിട്ട്. ഈ നരകത്തിൽ പോകാൻ പ്രത്യേകിച്ച് പാസ്പോർട്ട് ഒന്നും എടുക്കണ്ട. ആമേ. സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമുള്ള പ്രക്രിയയെ ഇവിടെ ഞാൻ പറയുന്നുള്ളൂ. നരകത്തിൽ പോകാനായിട്ട് ഇതൊന്നും ചെയ്യാതിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആമേ. നരകത്തിൽ പോകാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. സുഖസുന്ദരമായിട്ട് ജീവിച്ചങ്ങ് മുന്നോട്ട് പോവുക. എത്തുന്ന സ്ഥലം എവിടെയായിരിക്കും? നരകം. അതുകൊണ്ട് പറയുന്നത് നരകത്തിന്റെ വാതിൽ വളരെ വീതിയുള്ളതും വിശാലവുമാണ്. അതിലൂടെ കിടക്കുന്നത് സ്വർഗത്തിന്റെ വാതിൽ ഇടുങ്ങിയതും വീതി കുറഞ്ഞതാ. അതിലൂടെ കിടക്കുന്നത് ചുരുക്കം. ഇനി അടുത്ത ഭാഗത്തേക്ക് ഞാൻ കിടക്കേ. അപ്പോ ഇതാണ് യാതനാ സ്ഥലം. ഇത് ഒരു ജ്വാലയെ കുറിച്ച് മാത്രം പറയുന്നതാ. അടുത്ത സ്ഥലങ്ങൾ പറയുന്നത് തീ കൊണ്ട് ഉപ്പിടും, തീ കൊണ്ട് ഉപ്പിടും. മീനൊക്കെ ഉപ്പിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? മത്സ്യങ്ങള് ഒരെണ്ണം വെച്ചിട്ട് മലർത്തി എന്നിട്ട് അതിന് മുകളിൽ എന്ത് ചെയ്യും? ഉപ്പങ്ങോട്ട് എടുക്കും. എന്നിട്ട് അടുത്ത ഇതുപോലെ തീക്കനൽ ഇങ്ങനെ കൂട്ടിയിട്ട് ഒരാളെ എന്ത് ചെയ്യും? കിടത്തും. എന്നിട്ട് അതിന്റെ മീതൽ എന്ത് ചെയ്യും? തീ കനലിടും. വേറൊരാൾ എന്ത് ചെയ്യും? കിടത്തും. അതിന്റെ മീതൽ എന്ത് ചെയ്യും? വേറൊരാൾ എന്ത് ചെയ്യും? കിടത്തും. അങ്ങനെ ലെയറായിട്ട് തീക്കനലിട്ടിട്ട് ഉപ്പിടും. ഒപ്പിടോന്നല്ല, സൈൻ ചെയ്യൊന്നല്ല, ഉപ്പിടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കേൾക്കുമ്പോ എന്തൊരു രസമല്ലേ? ആമേൻ, സ്തോത്രം. ഇവിടെ കിടന്ന് ഇവൻ അനുഭവിച്ചപ്പോ അവൻ പറയുന്നത്, എന്റെ വീട്ടിൽ 5 സഹോദരന്മാരുണ്ട്, അവർക്ക് ഈ ഗതി വരാതിരിക്കാൻ. ആമേ. ഇവിടെയുള്ള ഈ പട്ടണത്തിലുള്ള ആർക്ക് ഈ ഗതി വരാതിരിക്കാനാ ഞങ്ങൾ പോയി പറയുന്നത്. ആമേ, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പോകുന്ന എല്ലാ ഇടങ്ങളിൽ തന്നെ പച്ചയായി വിളിച്ചു പറയുന്നത്, ധനവാന് പറ്റി ഈ ഗതി നിങ്ങൾക്ക് വരാതിരിക്കേണ്ടതിനാണ്. മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, യേശുവിൽ വിശ്വസിക്കുക, വെളിച്ചത്തിലേക്ക് നോക്കുക. മക്കളെ, ഇന്ന് ഇതിന്റെ അകത്തെ ആരെയോ രക്ഷിക്കാൻ ദൈവം പദ്ധതി ഇടുന്നുണ്ട് കേട്ടോ. നാളുകളായിട്ട് നിന്നെ രക്ഷയെ തടുത്തു വെച്ചിരിക്കുന്ന ശത്രുവിന്റെ കോട്ടകളെ പരിശുദ്ധ ദൈവം ഇന്ന് ഇടിച്ചു കളയുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിന്റെ വിടുതലുകൾക്ക് തടസ്സമായി വെളിപ്പെടുന്ന എല്ലാ പൈശാചികമായ ആധിപത്യങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിച്ച് അഴിച്ചു കളയുകയാണ്. ഒരല്പസമയം കൂടി എടുക്കാമോ? ന്യായവിധി. അടുത്തത് ന്യായവിധി. എന്താണ് ന്യായവിധി? എവിടെയാണ് ന്യായവിധിയെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? എന്താണ് ന്യായവിധി എന്നറിയോ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഇനി അടുത്ത കാലത്ത് നമ്മൾ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്തതും ഇനി കാണാൻ പോകുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ന്യായവിധി. ദൈവത്തിന്റെ ന്യായവിധി എവിടെയാ? വായിച്ചോ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം ജനങ്ങളും വൃദ്ധന്മാരും ബാലന്മാരും കുഞ്ഞുകുട്ടികളും മുതിർന്നവരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും അധികാരികളും പണ്ഡിതന്മാരും പാമരന്മാരും സകലരും ആദം മുതൽ ഈ ന്യായവിധി ദിവസം വരെയും സ്വർഗത്തിലെ ദൈവം ഉളവാക്കിയിരിക്കുന്ന സകല മനുഷ്യരും അന്ന് അവിടെ വരും. അന്ന് ആ സിംഹാസനത്തിന് മുമ്പാകെ വരും. ഒരു വെള്ള സിംഹാസനം നമുക്കവിടെ കാണാം. അവിടെ സർവശക്തനായ ദൈവമുണ്ട്. 12 ഗോത്രങ്ങൾ 12 കസേരകളിൽ നിരന്നു കിടക്കും. ആ 12 കസേരകളിൽ മുക്കുവനായിരിക്കുന്ന പത്രോസ് ഉണ്ടാകും, തന്റെ സഹോദരൻ അന്ത്രയോസ് ഉണ്ടാകും, യാക്കോബ് ഉണ്ടാകും, യോഹന്നാൻ ഉണ്ടാകും, ഫിലിപ്പോസ് ഉണ്ടാകും, മത്തായി ഉണ്ടാകും, തോമസ് ഉണ്ടാകും. സകല മനുഷ്യരിന് നിരന്നിരിക്കും. ജഡ്ജ്മെന്റ്, ന്യായവിധി ആരംഭിക്കുകയാണ്. അവിടെ പറയുന്നത് മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു.
നന്മയും തിന്മയും നീ ജനിച്ച കാലം മുതൽ, ഞാൻ ജനിച്ച കാലം മുതൽ ആമേശ്വരം ഞാൻ ചെയ്ത നന്മ പ്രവൃത്തികളും ഞാൻ ചെയ്ത തിന്മ പ്രവൃത്തികളും എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമുണ്ട്. നമുക്കൊരു കാറ്റലോഗ് ഉണ്ടെന്നേ, നമുക്കൊരു കാറ്റലോഗ് ഉണ്ട്, പുസ്തകങ്ങളുണ്ട്. ഇത് തുറക്കും. അപ്പനറിയാതെ, അമ്മയറിയാതെ, ഭാര്യ അറിയാതെ, മക്കളറിയാതെ, അപ്പൂപ്പനറിയാതെ, ആമേശ്വരം ഹാലയിൽ സഹോദരനറിയാതെ, സഹോദരി അറിയാതെ നീ ചെയ്തിരിക്കുന്ന സകല പാപവും അന്ന് അവിടെ നിരത്തി വെക്കപ്പെടും. ഈ സ്ക്രീനിൽ നിങ്ങൾ ഈ വചനം കാണുന്നുണ്ടോ? എനിക്ക് ടിവിയിലും കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലത്തെ ക്ലാരിറ്റി ഒന്നും ആയിരിക്കത്തില്ല അവിടെ. ഇത് ഒരു ന്യായവിധി സ്ഥലമാണെന്ന് ഇരിക്കട്ടെ. ആമേശ്വരം ഇതൊരു ന്യായവിധി സ്ഥലമാണ്. ആബാലവൃദ്ധം ജനം ഇരിക്കുക. അപ്പോ ആമേ പേര് വിളിക്കുന്നത് എന്റെയാ, ബിജു പാസ്റ്റർ. അവിടെ വിളിക്കുന്നത് ബിജു. ഞാൻ വരും പ്രതിക്കൂട്ടി കയറി. അപ്പൊ എന്റെ ഭാര്യ പറയും എന്റെ ഭർത്താവിന് സ്വർഗം കിട്ടും. ആമേ എന്റെ ചേട്ടന് സ്വർഗം, സൗമ്യ പറയും ചേട്ടന് സ്വർഗം കിട്ടും. ഭൂമിയിലായിരിക്കുന്ന സമയത്തെല്ലാം നല്ല പ്രവർത്തികൾ ചെയ്തും സുവിശേഷം അറിയിച്ചു അനേകരെ നല്ല രീതിയിൽ ഉപദേശിച്ചു പോയിരിക്കുന്ന ഒരു മനുഷ്യനാ എന്റെ മകൻ ജോഷു ഉണ്ടാകും. ജോഷു പറയും അപ്പൻ എന്തായാലും നിത്യജീവൻ കിട്ടും, സ്വർഗരാജ്യത്തിൽ പോകും. എന്റെ മുഖം വാടാൻ തുടങ്ങി. എന്റെ മുഖം വേർക്കാൻ, നല്ല ഏസിയാ അമ്മ, അവിടെ ചൂടില്ല തണുപ്പില്ല. പക്ഷെ എന്റെ മുഖം എന്ത് ചെയ്യാ, വേർത്ത് കുളിക്കുക. എന്റെ ഭാര്യ അറിയാതെ, എന്റെ മകൻ അറിയാതെ ഞാൻ ചെയ്തിരിക്കുന്ന തിന്മ പ്രവർത്തികൾ സ്ക്രീനിൽ വരും, സ്ക്രീനിൽ തെളിയാൻ തുടങ്ങും. റീല് പോലെ ഓടുകയാ. ഞാൻ നിഷേധിക്കുകയാ, ഞാനല്ല, ഇത് ഞാൻ ചെയ്തിട്ടില്ല. സ്വർഗത്തിലെ ദൈവം തെളിവ് കൊണ്ടുവരും. ആ സമയത്തുണ്ടായ ആളുകളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കും. ഞാൻ പറയും ഇത് മോർഫ് ചെയ്ത് എൻ്റെ പടമൊക്കെ വീട്ടിൽ കയറ്റി വെച്ചിരിക്കുക. അമേശ്വരം ഇത് ഞാനല്ല, AI സിസ്റ്റത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതാ. AI ടെക്നോളജി കൊണ്ട് എന്തും ചെയ്യാം എന്ന് കർത്താവിനോട് ഞാൻ വാദിക്കുകയാണ്. കർത്താവ് പറഞ്ഞു വേണ്ട, അടുത്തത് വരും. ഈ ചുവര് ഞാൻ കുറ്റം ചെയ്ത സമയത്തുള്ള ജീവനില്ലാത്ത ഈ ഭിത്തി, ഞാൻ തെറ്റ് ചെയ്ത സമയത്തുള്ള മേൽക്കൂര അവിടെ കൊണ്ടുവരും സ്വർഗത്തിലെ ദൈവം. ഈ ചുവരും ഈ മേൽക്കൂരയും ഉത്തരം പറയാൻ തുടങ്ങുക. ഇന്ന ദിവസം 2024 അമേശ്വരം ജനുവരി മാസം ഇത്രാം തീയതി ഇന്ന സ്ഥലത്തിരുന്ന് ഇന്ന രീതിയിൽ പറഞ്ഞത് ചെയ്തത് ഞങ്ങൾ കണ്ടതാ. ഇത് AI ടെക്നോളജി ഒന്നുമല്ല. അമേശ്വരം ജീവനില്ലാത്ത കല്ലുകളെ ആർത്തു വിളിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം. ഭയപ്പെടണം പ്രിയ മക്കളെ. അതുകൊണ്ടാണ് നിങ്ങളോട് വിളിച്ചു പറയുന്നത്, പോകുന്ന ഇടത്തെല്ലാം നിന്റെ ഇരിപ്പ്, നടപ്പ്, കിടപ്പ്, പോക്ക്, വരവ് എല്ലാം ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. പാസ്റ്ററെ കാണാതിരിക്കത്തുള്ളൂ, അപ്പനെ കാണാതിരിക്കത്തുള്ളൂ, അമ്മയെ കാണാതിരിക്കത്തുള്ളൂ, മക്കളെ കാണാതിരിക്കത്തുള്ളൂ, ഭാര്യയെ കാണാതിരിക്കത്തുള്ളൂ, ഭർത്താവെ കാണാതിരിക്കത്തുള്ളൂ. പക്ഷേ അവൻ കാണുന്നവരെല്ലാം നഗ്നവും മലർന്നു കിടക്കുന്നതുമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ന്യായാസനത്തിന് മുമ്പാകെ നീ നിൽക്കേണ്ടി വരും. ആമേൻ, സ്തോത്രം. ഇതിനകത്ത് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അമ്മ വന്ന് ചോദിക്കുക എന്തുട്ടാ തോന്നി? ഞാനെന്തേ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡിൽ അപ്പൊ തന്നെ എന്ത് ചെയ്തു? പക്ഷെ ഇത് സ്വർഗം എന്ത് ചെയ്തു? സ്വർഗം സ്കാൻ ചെയ്തെടുത്തു. അവ വരികയാണ്, പിക്ചർ വരികയാണ്. അന്ന് എന്തുട്ടായിരുന്നു? മോൻ കണ്ടുകൊണ്ടിരുന്നു. അയ്യോ സ്തോത്രം. 50-ാം സങ്കീർത്തനത്തിന് 21-ാം വാക്യത്തിൽ തെളിവുണ്ട്. അമേശ്വര 50-ാം സങ്കീർത്തനത്തിന് 21-ാം വാക്യത്തിൽ അമേശ്വര ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ നിന്നെ പോലുള്ളവനെന്ന് നീ നിരൂപിച്ചു, എന്നാൽ നിന്നെ ഞാൻ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പാകെ അവയെ നിരത്തി വെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുക, നിങ്ങളെ ഞാൻ കീറിക്കളയും വിടിവിപ്പാൻ. അമേ 21-ാം വാക്യം ഒന്ന് എഴുത മോനെ. അമേശ്വര ഇവ നീ ചെയ്തു. അപ്പൊ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അമ്മ സമയം രാത്രി അർദ്ധരാത്രി 12 മണിക്ക് കണ്ടുകൊണ്ടിരിക്കുക, ഭയങ്കര രസിച്ചൊക്കെ കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഡോറിലൊരു മുട്ട് കിട്ടു. നീ ഇത്ര നേരം ഇട്ട് ഉറങ്ങിയില്ലേ? അപ്പനോ അമ്മയോ ആരെങ്കിലും ഇല്ല. നീ എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കുകയായിരുന്നു. ആണോ? അപ്പൊ ഒരു വചനം ഇവിടെ വിട്ടു. അപ്പൊ വചനം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തില്ല? 12 മണിക്കോ? പിറ്റേ ദിവസം വലിയൊരു സാക്ഷ്യം വരും. എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നത് അമേശ്വരം ഒട്ടും ആത്മീകമായിട്ട് അമേശ്വരം മുമ്പിലല്ല എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞിട്ടും എൻ്റെ മകള് എന്ത് ചെയ്തിട്ടില്ല?
ആത്മഭാരം കൊണ്ട് അവൻ എന്ത് ചെയ്യുകയായിരുന്നു ബൈബിൾ. ഇത് സ്വർഗം എന്ത് ചെയ്തു? സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്വർഗം സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അന്നത്തെ പിക്ചർ ഇവിടെ വരും. അന്നത്തെ പിക്ചർ വരുന്നത് ഇതിനകത്ത് വരും. അന്നേരം ഈ കൊച്ചു മൊബൈൽ വലിയ മൊബൈലിൽ വരും, സ്ക്രീൻ അടക്കം. ഇത് എൻ്റെ മൊബൈൽ ഫോണല്ല, തെളിവ് തരും സിം. ആമേ ശകലതും. ആമേ AI ടെക്നോളജി ഒന്നുമല്ല, അതിനപ്പുറം. ആമേ ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കുകയാൽ ഞാൻ നിന്നെ പോലുള്ളവനെന്ന് നീ നിരൂപിച്ചു. അന്ന് ഇപ്പോഴേ കർത്താവിനെ നിർത്തിയാൽ പോരെ? ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിന് എൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് എല്ലാം ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പോരെ? ചെയ്തോ, അതാണ് ഇതിൻ്റെ അർത്ഥം. ഇവ നീ ഞാൻ എന്ത് ചെയ്യുന്നില്ല, നീ ചെയ്തു, ഇഷ്ടം പോലെ ചെയ്തു, നീ ഇഷ്ടം പോലെ ചെയ്തു. പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ഗൾഫിലൊക്കെ ഈ വാഹനം ഓടിച്ച് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സിഗ്നൽ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാക്ക് മാറി പോയിട്ടുണ്ടെങ്കിൽ, വേഗത്തിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്തൊന്നും ഓടിച്ചിട്ടൊന്നും പിടിക്കുന്നില്ല. ഇതെവിടെ കിടക്കും? സിസ്റ്റത്തിൽ കിടക്കും. അപ്പോൾ ഒരു പ്രവാസിയാണെങ്കിൽ, ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ ആമേ ഒരു വർഷത്തിനുള്ളിൽ ഈ വാഹന സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ കിടക്കുക 2 ലക്ഷം രൂപ ഫൈനുണ്ട്. ഫൈനോ? അതെ. അപ്പോൾ അവർ കാണിച്ചു കൊടുക്കും, ഇന്നിന്ന ദിവസങ്ങളിൽ പോയപ്പോൾ സ്പീഡ് കൂടിയത്, ട്രാക്ക് മാറിയത്, സിഗ്നൽ തെറ്റിച്ചത്, എല്ലാത്തിൻ്റെയും കണക്ക്. അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇട്ട് പിടിക്കും. പ്രൈസലോ, എയർപോർട്ടിൽ ഇട്ട് പിടിക്കും. ഗൾഫിൽ പോയിരിക്കുന്നവർക്കൊക്കെ അറിയാം. ആമേ സ്തോത്രം. നിന്നെ വിടത്തില്ല. ഇതുപോലെ നീ ഓടിച്ചോ, നിന്റെ വണ്ടി എങ്ങനെ വേണമെങ്കിലും ഓടിച്ചോ. നിന്റെ കയ്യിലിരിക്കുന്ന വണ്ടി നിന്റെ സ്റ്റിയറിങ്. ആമേ സ്തോത്രം. നിന്റെ ജീവിതം നിനക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, ഒരു തടസ്സമില്ല. പക്ഷെ പിടിക്കും. ആമേ സ്തോത്രം. എവിടെ വരുമ്പോ അവസാന റൗണ്ടിൽ വരുമ്പോ നീ പിടിക്കപ്പെടും. എന്നെ കേൾക്കുന്ന, ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. ആമേൻ. ദൈവത്തിന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റത്തില്ല. ആമേൻ. സ്വതം നീ ചെയ്യുന്നതെല്ലാം അവന്റെ കണ്ണിന് മുമ്പാകെ നഗ്നവും വളർന്നു കിടക്കുന്നതുമാണ്. ആമേൻ. സ്വതം മനുഷ്യനെ പറ്റിക്കാം, അധികാരികളെ പറ്റിക്കാം, ആമേൻ, പാസ്റ്റേഴ്സിനെ പറ്റിക്കാം, മാതാപിതാക്കളെ പറ്റിക്കാം. പക്ഷെ സ്വർഗത്തെ പറ്റിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. നീ ചെയ്യുന്നതും ചിന്തിക്കുന്നതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ചിന്തകൾ വരെ അവിടെ വരും. ചിലരൊക്കെ സ്നേഹത്തോടു കൂടി അയ്യോ എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ഉള്ളിൽ എന്തായിരിക്കോളും? ഒരു നന്മ കിട്ടി, എനിക്കൊരു ബൈക്ക് കിട്ടി. അപ്പോൾ ആമേൻ സ്തോത്രം, വളരെ സന്തോഷപ്പെട്ട പാസ്റ്ററിന് ബൈക്കൊക്കെ കിട്ടി. പക്ഷെ ഉള്ളിലെന്തായിരിക്കോളൂ? വേറൊരു സംഭവം. ഇവിടാ പാസ്റ്റർ ബൈക്ക് മേടിച്ചേക്കണ. ആമേൻ സ്തോത്രം എന്നൊക്കെ ഈ ചിന്തയും വരും. സ്തോത്രം. ഈ പിക്ചറും വരും. ദൈവത്തിന്റെ ന്യായവിധി എന്ന് പറഞ്ഞ ചിന്ത വരും. ഇതിനകത്ത് ചിന്തിക്കുന്നത് വരും. പുറമേ കാണിക്കുന്നത് പോലെയല്ല, പുറമും വരും, അകവും വരും. അയ്യോ, ശ്രദ്ധിച്ചോളണം. ഇങ്ങനെ വരൂ പാസ്റ്റേ, ഇങ്ങനെ വരും, രണ്ടും വരും കേട്ടോ. രണ്ടും വരും. അകത്ത മനുഷ്യനും വരും, പുറത്ത മനുഷ്യനും വരും. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേയുള്ള പരിച്ഛേദനയാണ് പരിച്ഛേദന. അകമേയുള്ള യഹൂദനാണ് യഹൂദൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പാകെ അവ എന്ത് ചെയ്യും? വെക്കും. അവിടെയാണ്. അപ്പോൾ അപ്പനായിരിക്കുന്ന ഞാനിവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ മകന് സന്തോഷം, എൻ്റെ ഭാര്യയ്ക്ക് സന്തോഷം, സഭാവിശ്വാസികളായ നിങ്ങൾക്ക് സന്തോഷം. ഞങ്ങളുടെ പാസ്റ്റർ നിത്യത്തിൽ പോകും, സ്വർഗത്തിൽ പോകും, ഞങ്ങളെല്ലാം പഠിപ്പിച്ചതാ. പക്ഷെ പാസ്റ്റർ വേർത്ത് കുളിച്ച് ആമേശ്വരം ആരെങ്കിലും പിടിച്ചില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഉരുണ്ട് വീഴും. ആമേശ്വരം. പാസ്റ്ററിന്റെ ജീവചരിത്രങ്ങൾ ഇങ്ങനെ ഓടുകയാണ് പരമ്പര പോലെ. വിശ്വാസികൾ ഇതെല്ലാം കാണുകയാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേശ്വരം, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ആമേശ്വരം നിങ്ങൾക്ക് മുമ്പാകെ ഇട്ട് തരികയാണ്. ആമേശ്വരം. ഹല്ലേലൂയ. ഒരു ദിവസമുണ്ട്. പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം ന്യായവിധി ഉണ്ടായെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പാസ്റ്ററിന് പേഴ്സണലായിട്ട് പറയായിരുന്നില്ലേ? അല്ലേ? ആമേൻ സ്തോത്രം. ഞാൻ കുറേയൊക്കെ തെറ്റിപ്പോയി പാസ്റ്ററെ, കുറേയൊക്കെ ഞാൻ തെറ്റിപ്പോയി. ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാകും കേട്ടോ, ഉണ്ടാകും. എല്ലാത്തിനും പൊക്കും. സിനിമ കാണുന്നവരുണ്ടോ? സീരിയല്, കോമഡി കണ്ടോ? ഓരോന്ന് ചോദിച്ചു വരുമ്പോ ശബ്ദം കുറയുന്നത് കണ്ടോ? റീൽസ്, യൂട്യൂബ്,
ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഗെയിം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാം റെക്കോർഡിക്കലാണ് കേട്ടോ, സകലത റെക്കോർഡിക്കില്ല. ആമേൻ. സ്തോത്രം. ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല കേട്ടോ പ്രിയമക്കളെ. ഞങ്ങളുടെ അറിവിൽ ദൈവം ഞങ്ങൾക്ക് തരുന്നത് നിങ്ങളോട് അറിയിക്കുകയാണ്. അവിടെ യാതനാ സ്ഥലത്ത് ഒരുത്തൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തുള്ളി അവിടെ പോകാതിരിക്കേണ്ടതിനാ. പ്രൈസ് ദി ലോർഡ്. ഒരു തുള്ളി വെള്ളം ചോദിച്ചുകൊണ്ട് ഒരുത്തൻ ധനവാൻ അവിടെ കിടക്കുന്നുണ്ട്. വലിയ വലിയ പുള്ളിക്കാരൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പല രാജാക്കന്മാരും കിടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചെന്ന് പെടാതിരിക്കേണ്ടതിനാ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോയിട്ട് നമുക്ക് വേഗത്തിൽ നമുക്ക് നിർത്താം. ആമേൻ. സ്തോത്രം. അപ്പോ ഞാനൊരു വെള്ള സിംഹാസനവും അതിൽ ഒരു ഇരിക്കുന്നത് കണ്ടു. ആബാലവൃദ്ധം ജനങ്ങളും സിംഹാസനത്തിന് മുമ്പാകെ കടന്നു വന്നു. അവിടെ പുസ്തകങ്ങൾ എന്ത് ചെയ്തു? ആമേ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സ്വർഗത്തിൽ നിത്യമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാ ജീവന്റെ പുസ്തകം. എത്ര പേരുടെ പേരെഴുതിയിട്ടുണ്ട്? ഒന്ന് കരമുയർത്താമോ? ആമേൻ. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എന്ത് ചെയ്യും? എന്റെ ദൈവമേ, അയ്യോ പാസ്റ്റർ, ഞങ്ങളുടെയൊക്കെ പേര് കിടക്കുന്നത് കുടുംബ യൂണിറ്റിലെ പള്ളി പുസ്തകത്തിലാ. ആമേൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ പുസ്തകത്തിൽ നിന്ന് നിന്റെ പേര് വെട്ടും. എന്നിട്ട് ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതി കയറ്റും. ഇവിടെ പേര് വന്നാലേ കാര്യമുള്ളൂ. ആമേൻ. നമ്മുടെ സാധാരണ റേഷൻ കടയാണെങ്കിൽ പോലും കാർഡില്ലെങ്കിൽ, ആധാർ ആ പതിച്ച സീലില്ലാത്ത സാധനം ഇട്ട് അവിടെ പോയി വാദിക്കൽ എത്ര ദിവസം നിന്നാലും റേഷൻ നിനക്ക് കിട്ടത്തില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. ഇതിനൊക്കെ രേഖയുണ്ട്. ഇതിനൊക്കെ ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. ഉറപ്പുള്ളൊരു നിയമമുണ്ട്. ഇവിടെ പറയുന്നത് ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അടുത്ത വാക്യം, സമുദ്രം വെള്ളത്തിൽ വീണ് മരിച്ചുപോയവരെ എല്ലാം സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കും. അടുത്തത്, മരണവും പാതാളവും ആമേ ആരെല്ലാം ഈ ഭൂലോകത്തിന്റെ ഏതെല്ലാം മേഖലകൾ അടക്കം ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം വരും. മണ്ണിനോട് ആമേ സ്വതം ലയിച്ചു ചേർന്നിരിക്കുന്നവരെല്ലാം ജീവൻ പ്രാപിച്ചു വരും. ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയമക്കളെ ഇവിടെ പറയുന്നത്, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. അടുത്തത്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അടുത്തത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. ഇവിടെയാണ് പുസ്തകം നോക്കിയിട്ടാ പിടിക്കുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. ആമേ. ഞാനായിരുന്ന പാരമ്പര്യത്തിന്റെ പള്ളിക്കകത്ത് ഇതുപോലത്തെ ഒരു പുസ്തകത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഈ പുസ്തകത്തിൽ പേരെഴുതിയവനെ നിത്യത പോകുന്നു പഠിപ്പിച്ചിട്ടില്ല. അവര് പറയുന്നത് അനിത ചൊല്ലിക്കഴിഞ്ഞാൽ പോകാം, ലുത്തീന ചൊല്ലിക്കഴിഞ്ഞാൽ പോകാം, കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ പോകാം, ആമേ കാഴ്ച കൊടുത്ത പോകാം. ഇല്ല, ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. മക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം പ്രിയ മക്കളെ. ഇത് നമ്മുടെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിമാരോ MLA-മാരോ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമല്ല. ഇത് സത്യദൈവത്തിന്റെ വിശുദ്ധ പുസ്തകമാണ്. ഇതിനകത്ത് മാറ്റമില്ലാത്ത വചനങ്ങളുണ്ട്. ഇതിനെ ആചരിച്ചു ജീവിക്കുന്നവൻ മാത്രമേ നിത്യരക്ഷ പ്രാപിക്കത്തുള്ളൂ. ആമേൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ രക്ഷപ്പെടാൻ എന്താ വഴി? അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനും ദൈവമക്കളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവാദം തരികയാണ്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒറ്റ വാക്യം വായിക്കാം. മർക്കോസ് സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യം. ആമേൻ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യം. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും കർത്താവിൽ വിശ്വസിക്കാത്ത നിമിത്തം കൂടെ കൊണ്ട് നടന്നവന്മാരെ നോക്കി യേശു ശാസിക്കുകയാ. ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കിയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും യേശു ശാസിച്ചു. അടുത്തത്,
പിന്നെ അവൻ അവരോട് പറഞ്ഞു, അത് ഇന്ന് നമ്മളോട് ദൈവം പറയുകയാ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം. ഈ ഒരു കൽപ്പന കിടക്കുന്നത് കൊണ്ടാ പ്രിയ മക്കളെ. അല്ലാതെ സ്തോത്രം മണിക്കൂറുകളോളം പുറത്തു പോയിട്ട് വെയിലും കൊണ്ട് മഴയും കൊണ്ട് ആളുകളുടെ ആട്ടും തുപ്പും ചീത്തയും വിളിയും എല്ലാം കേട്ടുകൊണ്ട് നടക്കുന്നവരല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പനയാണ്. അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അടുത്തത്, രക്ഷ പ്രാപിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അടുത്തത്, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ധനവാൻ പോയി കിടക്കുന്ന സ്ഥലത്തേക്ക് നേരെ പോകുവാൻ ഒരു എൻട്രൻസ് നമുക്ക് മുമ്പാകെ തുറന്നു വരും. ആമേൻ. അന്ധതമസിന്റെ ചങ്ങലയിലിട്ട് പാതാളത്തിൽ നിത്യമായി കാക്കുന്ന ദൂതന്മാരുടെ കൂട്ടത്തിനകത്ത്, ഇരുട്ടുള്ള നരകത്തിലേക്ക്, പുഴുക്കളെ കൊണ്ടുള്ള നരകത്തിലേക്ക്, തീ കൊണ്ടുള്ള നരകത്തിലേക്ക് വിശ്വസിക്കാത്തവൻ പോയിപ്പെടും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അവനെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് എന്ത് ലഭിക്കുമെന്നറിയാവോ? നിന്റെ പിക്ചർ വരത്തില്ലെന്നേ. റോമാലേഖനം 8-1 വാക്യം. റോമാലേഖനം 8-1 വാക്യം. നീ ആമേശ്വരം ഇവിടെ ഇരുന്നപ്പോൾ കുറച്ച് സമയം കേട്ടപ്പോൾ ഒരു ഭാരവും പ്രയാസമൊക്കെ വന്നില്ലേ? എൻ്റെ പിക്ചർ അവിടെ വരുമോ? ഇന്ന് ദൈവം മായ്ച്ചു തരും. ഇന്നു മുതൽ നീ കഴിഞ്ഞ ദിവസം ചെയ്ത തെറ്റുകളെ ഓർത്തുകൊണ്ട്, കർത്താവ്, ഞാൻ ഇനി അത് ചെയ്യത്തില്ല, ഞാൻ ഇനി അത് കാണത്തില്ല, ഞാൻ ഇനി അത് പറയത്തില്ല, ഞാൻ ഇന്ന് എൻ്റെ ഹൃദയം നിന്റെ പാദപീഠം സമർപ്പിക്കുകയാണ്. വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആയിത്തീരാമോ പ്രിയ മക്കളെ? ന്യായവിധി എന്തതോ? വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും വെളിച്ചത്തെക്കാൾ അധികം അവർ ഇരുളിനെ സ്നേഹിച്ചത് നിമിത്തം അവരുടെ ജീവിതത്തിൽ ന്യായവിധി വന്നു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ആയിത്തീരാമോ? ഒരവസരം പരിശുദ്ധ ദൈവം തന്നാൽ, എനിക്ക് ക്രിസ്തുയേശുവിലായിത്തീരണം, എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ. ലൂക്കോസ് വിശേഷത്തിലേക്ക് പോകുന്നില്ല. അവിടെ കർത്താവ് ഇങ്ങനെ പറയും, ഏലി ഏലി ലമ്മ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്താ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തല ചായ്ച്ചു. ശരീരത്തിൽ ഒത്തിരി മുറിവുകൾ ഉണ്ടായിരുന്നു. അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. റോമൻ നാണയത്തുട്ടുകൾ കൂട്ടിപ്പിടിച്ച് അവന്റെ താടി രോമങ്ങൾ അവർ പിഴുതെടുത്തു. അവന്റെ കണ്ണ് കെട്ടിക്കെട്ട് മുഖത്ത് ആഞ്ഞടിച്ചു. പറ, നീ പ്രവാചകനല്ലേ? ഒന്ന് കുറയെ 40 അടി കുതിരയുടെ തോല ഉണക്കി പിരിച്ചെടുത്ത 7 ഭാഗങ്ങളിലായിട്ട് തിരിഞ്ഞു പോകുന്ന അഗ്രങ്ങൾ, ഈയക്കട്ടികളും കൊളുത്തുകളും എല്ലിൻ കഷ്ണങ്ങളും പിടിപ്പിച്ചിരിക്കുന്ന ചമ്മട്ടി എന്ന് പറയുന്ന ചാട്ടവാറിന് തുല്യമായ ഒന്ന്. ഒരടി അടിക്കുമ്പോൾ ശരീരത്തിന്റെ 7 ഭാഗങ്ങളിലായിട്ട് ഈ കൊളുത്തുകളും ഈയക്കട്ടികളും എല്ലിൻ കഷ്ണങ്ങളും തുളച്ചു കയറും. പറിച്ചെടുക്കുമ്പോൾ ഗബദ എന്ന കൽത്തളത്തിൽ സ്വന്തം ചമ്മട്ടി മുക്കി കഴുകാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പറിച്ചെടുക്കുമ്പോൾ ശരീരത്തിൽ ജീവൻ തുടിക്കുന്ന മാംസകഷ്ണങ്ങൾ ഓരോ പ്രാവശ്യവും ആ വെള്ളത്തിൽ മുക്കി കഴുകിയെടുക്കും. എന്നിട്ട് അടുത്ത പ്രാവശ്യം അടിക്കുന്നത് 39 അടി യേശു കർത്താവിന്റെ ശരീരത്തിൽ പതിഞ്ഞപ്പോൾ യെശയ്യാവ് ഇങ്ങനെ എഴുതി വെച്ചു, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നിപ്പോകത്തക്ക നിലവാരത്തിൽ അത്രയ്ക്ക് വിരൂപമായിരുന്നു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നിപ്പോകത്തക്ക നിലവാരത്തിൽ ഉഴുതുമറിച്ചൊരു കണ്ടം പോലെ യേശുവിന്റെ ശരീരമായി തീർന്നു. എന്തിനു വേണ്ടിയാ പ്രിയ മക്കളെ? എന്റെ പാപത്തിന് വേണ്ടി, നിങ്ങളുടെ പാപത്തിന് വേണ്ടി, എന്റെ രോഗം, എന്റെ ശാപം, എന്റെ അകൃത്യം നീക്കുവാൻ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഇനി അവൻ മരിക്കണമോ? നമുക്കൊന്ന് വിശ്വസിക്കാൻ ഇനി യേശു മരിക്കണമോ? കാരിരുമ്പാണികൾ കാലോട് ചേർത്ത് വെച്ച് അടിച്ചിറക്കി, കൈ മരത്തോട് ചേർത്ത് വെച്ച് അടിച്ചിറക്കി, ആണികളിൽ തൂങ്ങിക്കിടക്കുകയാ നമ്മുടെ രക്ഷകനാകുന്ന അരുമനാഥനാകുന്ന യേശു കർത്താവ്.
അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും രക്ഷിച്ചു പോകത്തില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളായി തീരുവാൻ അനുവാദം തരിക. അതിന്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല, ഒരു ശിക്ഷാവിധിയില്ല. കണ്ണുകളടക്കുക. ആമേൻ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ, സ്തോത്രം. കർത്താവേ, ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്. എന്റെ തിരിച്ചറിവില്ലായ്മ നിമിത്തം ദോഷവഴികൾക്ക് പലപ്പോഴും ഞാൻ ഹൃദയം വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നോട് ദൈവം ക്ഷമിക്കണം. യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു. യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്, വെളിച്ചം ലോകത്തിലേക്ക് വന്നു. അവർ വെളിച്ചത്തെക്കാൾ അധികമായിട്ട് ഇരുളിനെ സ്നേഹിച്ചു. അത് അവരുടെ ജീവിതത്തെ ന്യായവിധിക്ക് കാരണമായി തീർന്നു. യേശു കർത്താവ് ഇന്ന് ഈ ആലയത്തിനകത്തളത്തിൽ ഉലാത്തുന്നുണ്ട്. നിന്റെ ഹൃദയത്തോട് ചോദിക്കുകയാ, നിന്റെ ഹൃദയത്തിൽ എനിക്കൊരിടം തരുമോ? നിന്റെ പാപത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടി, ശാപത്തിന് വേണ്ടി, അകൃത്യങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ച നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിന് എനിക്ക് ഒരിടം തരുമോ? വെളിപ്പാട് പുസ്തകം പറഞ്ഞ്, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോട് കൂടെയും അവൻ എന്നോട് കൂടെയും അത്താഴം കഴിക്കും. യേശുവില്ലാതെ എത്ര നാൾ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും? നിന്റെ ആത്മാവിനൊരു ഗ്യാരണ്ടി ഇല്ലട്ടോ. ഇന്ന് ലോകം ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വാറണ്ടിയുണ്ട്, ഗ്യാരണ്ടിയുണ്ട്. എന്നാൽ നീ ദൈവത്തിന്റെ സൃഷ്ടിയാ, നിനക്ക് വാറണ്ടിയില്ല, ഗ്യാരണ്ടിയില്ല. യേശുവിനെ അറിയാൻ പറ്റുന്ന അവസരം നീ പാഴാക്കരുത്. യേശുവിനോട് ചേർന്നിരിക്കാൻ പറ്റുന്ന അവസരം നീ പാഴാക്കരുത്. ഭൂമിയിൽ നിന്ന് നിന്റെ ആത്മാവെടുത്ത ധനവാൻ കിടക്കുന്ന നിത്യയാതന സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലത്ത് നീ പോകത്തില്ല. മറിച്ച് യേശുവിനെ കൈക്കൊണ്ടോ, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചോ, അവന്റെ സ്നാനം ഏറ്റെടുത്തോ, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതും. ഇന്ന് നീ ഇവിടം വിട്ടു പോയെന്നാൽ നിന്റെ ആത്മാവ് നശിച്ചു പോകത്തില്ല. പുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്ത, വേദനയില്ലാത്ത, പളുങ്ക് നദികൾ ഒഴുകുന്ന, അതത് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുള്ള, ചൂടോ തണുപ്പോ ഇല്ലാത്ത, കുഞ്ഞാട് വിളക്കായിരിക്കുന്ന ആ നല്ല രാജ്യത്തിൽ പ്രവേശിക്കുക പരിശുദ്ധ ദൈവമയാക്കി ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നീ ചെയ്യുന്ന സകല തെറ്റുകുറ്റങ്ങളും സ്വർഗത്തിലെ ദൈവം റെക്കോർഡ് ചെയ്ത് അവൻ ഫയലിൽ സൂക്ഷിക്കുക. ചെയ്യല്ലേ, ഇരുട്ടത്തും മറയത്തും ആരും കാണുകയില്ല, ആരും അറിയുകയില്ല, ആരും ചിന്തിക്കുകയില്ല എന്ന് കരുതിക്കൊണ്ട് ചെയ്തു പോയ എല്ലാം ന്യായവിധി ദിവസം വരും. നീ പിടിക്കപ്പെടും. മറയത്ത് ചെയ്തത് പുരമുകളിൽ ഘോഷിക്കും. ഇന്ന് പകലിൽ സുപ്രസാദ ദിവസമാണ്, ഇന്ന് രക്ഷാ ദിവസമാണ്. മക്കൾ, ഒരു അവസരം രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അവസരം യേശു നിനക്ക് തന്നാൽ നീ അത് പാഴാക്കി കളയോ? നീ അത് സ്വീകരിക്കുമോ? ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാ. യാതനാ സ്ഥലത്തോ, തീ കൊണ്ട് ഉപ്പിടുന്ന ഇടത്തിലോ, പുഴുക്കളെ കൊണ്ടുള്ള നരകത്തിലോ, ഏറ്റവും ഇരുട്ടുള്ള നരകത്തിലോ നീ പോയി വീഴാതിരിക്കേണ്ടത് ഇന്ന് പരിശുദ്ധാത്മാവ് ബുദ്ധിയെ ഒന്ന് തുറക്കുകയാണ്. അതെ, ഞാൻ ആ ദിവസം ഏറ്റെടുക്കാം, ഞാൻ ആ ദിവസം ഏറ്റെടുക്കാം, ഞാൻ ആ ദിവസം ഏറ്റെടുക്കാം. എനിക്ക് യേശുവിനെ വേണം, എനിക്ക് സ്വർഗരാജ്യം അവകാശിയായി തീരണം, കർത്താവിന്റെ കൽപ്പന പ്രകാരം ഞാൻ ജീവിക്കും. എത്ര പേർക്ക് എല്ലാ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ കൈ നെഞ്ചോടൊന്ന് ചേർത്ത് വെക്കാം. ആമേശ്വരം, എനിക്കിതുവരെ അതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുകയാണ്
പക്ഷെ എന്റെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. ആമേൻ. എപ്പോൾ അത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് യേശുവിനെ വേണം. എനിക്ക് നിത്യരാജ്യം അവകാശിയായി തീരണം, സ്വർഗത്തിൽ പ്രവേശിക്കണം. ഞാൻ എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. അത് ദൈവം അവസരം നിനക്ക് തരും. പക്ഷെ ആ സമർപ്പണം സ്വർഗം ഇന്ന് റെക്കോർഡ് ചെയ്യുക. ആ സമർപ്പണം സ്വർഗത്തിലെ ദൈവം പുസ്തകത്തിൽ വരച്ചിടുകയാണ്. ഒന്ന് ചേർത്ത് വെക്കാമോ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. നെഞ്ചോടൊന്ന് ചേർത്ത് വെക്കാമോ? എനിക്ക് അപ്പന്റെ മകനായി തീരണം, എനിക്ക് അപ്പന്റെ മകളായി തീരണം, എനിക്ക് യേശുവിൽ പുതിയ സൃഷ്ടിയായി തീരണം, എനിക്ക് രക്ഷ വേണം, ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരെഴുതണം, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരണം. അമ്മ നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പ പരിശുദ്ധ ദൈവമേ, നെഞ്ചോടെ കരങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കൽപ്പന പ്രമാണിക്കാൻ അവരൊരുക്കപ്പെടുകയാണ്. ആയുഷിന്റെ ദൈർഘ്യം ഞങ്ങൾ അറിയുന്ന കർത്താവേ, എത്ര ദിവസം ഞങ്ങൾ ജീവനോട് ഇരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് ആ മക്കളുടെ സമർപ്പണം ദൈവം കാണുന്നുവല്ലോ. അവർക്കൊരു സ്വർഗരാജ്യം കൊടുക്കണമേ. യേശു ക്രൂശിൽ കിടന്ന കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലുണ്ടാകും. സമർപ്പിച്ചിട്ടുണ്ട്. ആമേ. കരങ്ങളെ വെച്ചിരിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് കരങ്ങൾ വെച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അധികം താമസിച്ചു പോകാതെ ഈ ദിവസങ്ങളിൽ യേശുവുമായിട്ടുള്ള ജീവിതം തുടങ്ങുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അവിടെ ഉള്ളത്തിൽ ദൈവാത്മാവ് വസിക്കണം. യേശുവിൽ പുതിയ സൃഷ്ടികളായി തീരണം. കർത്താവിന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞാടിനോടൊപ്പം നിത്യരാജ്യത്തിൽ പ്രവേശിക്കണം. കർത്താവേ, ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ കഴിഞ്ഞ ദിവസം വരെ ചെയ്തിട്ട് ആരും അറിയത്തില്ലെന്ന് ചിന്തിച്ച് മറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അവരതിൽ നിന്ന് സ്വതന്ത്രരാകുവാൻ കർത്താവേ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ മക്കളെ വേർതിരിക്കണമേ. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. മക്കളിൽ നിന്നെല്ലാം നീക്കിക്കൊടുക്കണം. അനുഗ്രഹത്തിന്റെ അമേശ്വത ആലോചനകളെ ഏറ്റെടുത്ത തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ സ്വർഗം സഹായിക്കണം. തലകളെ വണക്കിയിരിക്കുന്ന എല്ലാ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. സന്തോഷത്താൽ സമാധാനത്താൽ നിറയിക്കണം. ആമേ. കൊട്ട വിട്ടൊഴിഞ്ഞവരെ പോലെ ഭാരങ്ങൾ നീങ്ങിയവരാ മടങ്ങുവാൻ പരിശുദ്ധാത്മാവ് കൃപ കൊടുക്കണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.